ഒരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് വചനത്തിലേക്ക് നോക്കാവില്ല. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നമുക്ക് കർത്താവിനെ നമ്മളുടെ ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് കർത്താവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിലും കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അവിടുത്തെ സാന്നിധ്യമുണ്ട്. അവിടുന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളുടെ അവസ്ഥ അറിയുന്നു. നമ്മളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും ആകുലതകളും വ്യാകുലതകളും നമ്മളുടെ എല്ലാ നെടുവീർപ്പും എല്ലാം അറിയുന്ന ആ ഒരു സ്വർഗത്തിൻ്റെ മനസ്സ്, ആ സ്വർഗത്തിൻ്റെ ഉടയവൻ, സകലതയും സൃഷ്ടിച്ചവനായ കർത്താവ്, ആ കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ എങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാൻ മാത്രം കർത്താവേ ഞങ്ങൾ എന്തുള്ളൂ. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കരുണ ചെയ്തല്ലോ. ഞങ്ങളതിനെ അവിടുത്തെ മുമ്പാകെ കർത്താവ് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഒരു പൂജ്യമായിട്ട്, ഒരു സീറോവായിട്ട് ഞങ്ങൾ എത്തിനെയും താഴ്ത്തുന്നു. കർത്താവ്, ഞങ്ങൾക്ക് പുകഴാനൊന്നുമില്ല. കർത്താവെ, അവിടുന്നാണ് ആൽഫയും ഒമേഗയും തുടക്കവും. കർത്താവ്, ഞങ്ങളുടെ വിശ്വാസത്തിന് തുടക്കക്കാരനും കർത്താവ്, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ തുടക്കക്കാരനും അത് പൂർത്തി വരുത്തുന്നവനും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും കർത്താവെ അവിടുന്നാണ് കർത്താവെ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചത്. ഞങ്ങളുടെ ഒരു യോഗ്യത കൊണ്ടല്ല, ഞങ്ങളുടെ സൽപ്രവൃത്തികൾ കൊണ്ടോ ഞങ്ങളുടെ ഗുണങ്ങൾ കൊണ്ടോ അല്ല, മറിച്ച് കർത്താവെ അവിടുത്തെ കരുണയാൽ അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചുവല്ലോ. കർത്താവെ, അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കർത്താവെ ഏതൊരു നിലയിൽ കർത്താവെ ഇവിടെ അവിടുത്തെ മുമ്പാകെ ആയിരിക്കുമ്പോഴും കർത്താവെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ഹൃദയത്തോടെ അവിടുത്തെ മുമ്പാകെ അടുത്ത് വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾക്ക് കർത്താവെ അവിടുത്തെ വചനത്തെ സ്പഷ്ടമായിട്ട് കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരു നിർമ്മല മനസ്സാക്ഷിയെ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ മനസ്സാക്ഷിയെ കർത്താവെ കറപെടുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, എന്തെങ്കിലും കയ്പോ ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്തൊരു മനോഭാവമോ എന്തെങ്കിലും കർത്താവെ ഏറ്റുപറയാത്ത പാപങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവ് അത് ഇപ്പോൾ തന്നെ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. കർത്താവെ, ഞങ്ങളെ തന്നെ അവിടുത്തെ മുമ്പാകെ, അവിടുത്തെ വെളിച്ചത്തിന് മുമ്പാകെ ഞങ്ങൾ അടുത്തു വരുന്നു. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവത്തിന് മുമ്പാകെ, അതീവ പരിശുദ്ധനായ കർത്താവിന് മുമ്പാകെ ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ കൃത്യങ്ങളെയും ലംഘനങ്ങളെയും ഞങ്ങളുടെ പാപങ്ങളെയും കർത്താവെ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കാൽവരി കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി നൊന്തും നീറിയും പിടഞ്ഞ ആ രക്തത്താൽ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും കഴുകിയാട്ടെ, സ്നേഹത്താലും നിറച്ചാട്ടെ. അവിടുത്തെ ആ ആത്മാവിനാല്, പരിശുദ്ധാത്മാവിനാല്, അവിടുത്തെ ആ സ്നേഹത്താലും സന്തോഷത്താലും സമാധാനത്താലും ഞങ്ങളെ വാസ്തവമായിട്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ സ്വർഗത്തിന്റെ വലിയ സ്വാതന്ത്ര്യവും സമാധാനവും ഞങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് നിറയട്ടെ. നിങ്ങൾക്ക് അങ്ങയെ കാണണം, അങ്ങയെ കേൾക്കണം, അവിടുത്തോട് ചേർന്നിരിക്കണം. കർത്താവെ, അങ്ങയെ പോലെ ആയിത്തീരണം. ഞങ്ങളെ കർത്താവെ അവിടുത്തെ വചനത്തിൽ നിന്ന് പ്രായോഗികമായിട്ടുള്ള കർത്താവെ പല കാര്യങ്ങളും ഞങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിന് അത് ഏറ്റവും പ്രയോജനമാക്കി തീർക്കണം. ഇന്നത്തേക്കും കർത്താവ് നിത്യതയിലേക്കും ഞങ്ങൾക്കത് ഏറ്റവും പ്രയോജനമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടുന്ന കർത്താവെ ആ ഒരു വാക്ക്, അങ്ങയിൽ നിന്നൊരു വാക്ക്, അങ്ങയിൽ നിന്നുള്ള ജീവന്റെ മൊഴി കർത്താവെ, അത് മതിയല്ലോ കർത്താവെ. അതെല്ലാം ഞങ്ങളുടെ എല്ലാം മുട്ടും തികയ്ക്കുമല്ലോ. അങ്ങയിൽ നിന്നുള്ളൊരു വാക്ക്, അങ്ങയുടെ ഒരു സ്പർശം ഞങ്ങൾക്ക് മതി കർത്താവെ. ഞങ്ങള് ഓരോരുത്തരും അനേകരെ കർത്താവെ പലയിടങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യം അവിടുന്ന് അറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തണം. ഞങ്ങൾ ഓരോരുത്തരും കുറയണം. അവിടുന്ന് മാത്രം ഞങ്ങളെല്ലാം വളർന്ന് കർത്താവെ, അവിടുന്ന് മാത്രം എല്ലാമായി നിറഞ്ഞ് അവിടുത്തെ നാമം മാത്രം എല്ലാം മഹത്വം എടുക്കട്ടെ. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, 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 ആമീൻ. ഇപ്പോ ഇത് സഹോദരിമാരുടെ ഒരു മീറ്റിംഗ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ കർത്താവ് സഹോദരിമാരോടായിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലൂക്കോസ് 23 ഒരു വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ് എന്നുള്ള കാര്യം എനിക്ക് ഓൾമോസ്റ്റ് തീർച്ചയാണ്. ലൂക്കോസ് 23 അധ്യായത്തില് കർത്താവിന്റെ ഇഹലോക ജീവിതവാസം, കർത്താവ് 33 വർഷക്കാലം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാതൃകയായിട്ട് ജീവിച്ചു. കർത്താവ് ക്രൂശ് എടുത്തുകൊണ്ട് യെരുശലേം വീഥിയിലൂടെ ഗൊൽഗോഥ മലയിലേക്ക്, അല്ലെങ്കിൽ കാൽവരി മലയിലേക്ക്, ഗൊൽഗോഥയും കാൽവരി അല്ല, ഒരേ അർത്ഥമാണ്. ഗൊൽഗോഥ എന്നുള്ളത് അത് എബ്രായ ഭാഷയിലെ ഒരു പദമാണെങ്കിൽ കാൽവരി എന്നുള്ളത് അതേ തലയോടിടം എന്നുള്ള അർത്ഥമുള്ള അതേ ലത്തീൻ ഭാഷയിലെ പദമാണ് കാൽവരി എന്ന് പറയുന്നത്. ആ ഗൊൽഗോഥ മലയിലേക്ക് കർത്താവ് രക്തം വാർന്നൊലിച്ചുകൊണ്ട് കർത്താവ് ആ തെരുവീതിയിലൂടെ കർത്താവ് വളരെ ക്ഷീണിതനായിട്ട്, കർത്താവിന് തന്റെ ക്രൂശ് ചുമക്കാൻ പോലുള്ള ആ ഒരു കെൽപ്പില്ലാതെ വണ്ണം കർത്താവ് തളർന്നു വീണപ്പം വേറൊരു ലൂക്കോസ് 23 അധ്യായത്തിന്റെ 26 വാക്യത്തില് ഒരു കുറേനക്കാരനായ ഒരു സീമോനെ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി.
27-ാമത്തെ വാക്യം, ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അവനെ ചൊല്ലി വിലപിച്ചു. മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. അപ്പം യെരുശലേം പട്ടണത്തിലെ പല സ്ത്രീജനങ്ങളെല്ലാം അവരാരും ക്രൂശിക്കുക എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ അവരാരും ഇല്ലായിരുന്നു. അനേകര് കർത്താവിനെ ക്രൂശിക്കുക ക്രൂസിഫൈ ഹിം. അതിന്റെ തൊട്ട് മുമ്പേ 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പം 20-21 വാക്യങ്ങളിൽ പിലാത്തോസ്, ലൂക്കോസ് 23-ന്റെ 20-21 വാക്യങ്ങളിൽ പിലാത്തോസ് യേശുവിനെ വിടുവിക്കാൻ ഇച്ഛിച്ചിട്ട് പിന്നെയും അവരോട് വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക എന്ന് എതിരെ നിലവിളിച്ചു. അനേകര് കർത്താവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവിനെ യഥാർത്ഥത്തില് സ്നേഹിക്കുകയും ആരാധിക്കുകയും കർത്താവിൽ നിന്നുള്ള പല നന്മകള്, ആത്മീയവും ഭൗതികമായിട്ടുള്ള നന്മകളെല്ലാം സ്വീകരിച്ചവരും പലരും കർത്താവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞപ്പോൾ അനേകം സ്ത്രീകള്, മെനി വിമൻ, അതാണ് നമ്മളവിടെ വായിക്കുന്നത്, വിമൻ ഹു വെ മോർണിംഗ് ആൻഡ് ലെമന്റിങ് ഹിം. അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്ന് അവര് വിലപിച്ച് മുറയിടുന്നവരായിരുന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി നിങ്ങൾ കരയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ എന്ന് കർത്താവ് സ്നേഹത്തോടെ അവരോട് പറയുന്ന ഒരു കൽപ്പനയായിട്ട്, കരയുവിൻ എന്നൊരു കൽപ്പനയായിട്ട് കർത്താവ് സഹോദരിമാരോട് എസ്പെഷ്യലി പറയുന്ന ഒരു കാര്യം. സഹോദരിമാർക്ക് കൂടുതൽ പെട്ടെന്ന് കരയാൻ പറ്റുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഈവൻ ഞാനൊരു മെഡിക്കൽ ഡോക്ടറും സൈക്യാട്രിസ്റ്റും ഒക്കെ, അപ്പം പിന്നെ മെഡിക്കൽ ഡോക്ടർ സൈക്യാട്രിസ്റ്റ് ഒന്നും ആവേണ്ട കാര്യമില്ല, സഹോദരിമാർക്ക് പെട്ടെന്ന് കരയാൻ പറ്റുന്നു എന്നുള്ള കാര്യം ഇത് സാധാരണ മനുഷ്യന് അറിയാനൊക്കുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ ഹോർമോണൽ ലെവൽസും കാര്യങ്ങളും ഒക്കെ പുരുഷനിലും സ്ത്രീകളിലും വളരെ വ്യത്യാസമാണ്. അപ്പം കൂടുതൽ ഇമോഷൻസ് വളരെ നന്നായിട്ട് സെൻസ് ചെയ്യാനും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ സ്ത്രീകൾക്ക് സ്വതവേ ദൈവമായിട്ട് കനിഞ്ഞ് അനുഗ്രഹിച്ച അവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാരിലും പല മേജർ ഹോർമോൺസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, സ്ത്രീകളിലും പല ഹോർമോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകളിൽ എസ്പെഷ്യലി അവരില് പ്രത്യേകിച്ചും പല ഹോർമോണൽ വ്യതിയാനങ്ങളൊക്കെ സൈക്ലിക്കലായിട്ട് പീരിയോഡിക്കലായിട്ട് വന്നു പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോ അവർക്ക് അതുപോലെ ഒരു സ്പർശ്യത, സെൻസിറ്റിവിറ്റി ഒക്കെ ദൈവം നൽകിയിരിക്കുന്നതിന്റെ വലിയൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാല് അവർക്ക് മറ്റുള്ളവരുടെ ദുഃഖവും പ്രയാസവും ഭാരവും ഒക്കെ പുരുഷന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക്, അവർക്ക് അത് കൂടുതലൊരു അവരുടെ തന്നെ ഭാരമായിട്ട് അതെടുത്ത് അവർക്ക് മുമ്പാകെ ആ ഭാരം ഏറ്റെടുത്ത് അത് പ്രാർത്ഥിക്കുവാൻ അവർക്കത് ദൈവം കുറച്ചുകൂടി ഒരു സെൻസിറ്റിവിറ്റി, സ്പർശ്യത ദൈവം സഹോദരിമാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ടാണ് അമ്മമാർക്ക് കുഞ്ഞുങ്ങളുടെ ഒരു ചെറിയ ആവശ്യങ്ങളും അത് അമ്മമാർക്കത് പെട്ടെന്ന് ഒപ്പിയെടുക്കാൻ പെട്ടെന്ന് പറ്റും. ഇപ്പൊ ഒരു കുഞ്ഞ് കരയുമ്പോ അച്ഛന് കുളുവൊന്നും കാണത്തില്ല, എന്തോത്തിന് ഈ കുഞ്ഞ് കിടന്ന് കരയുന്നേ, ക്രാ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതെന്ന്. ഇന്ന് അമ്മയ്ക്ക് കറക്റ്റായിട്ട് അറിയാം അതിന് ഇപ്പം പാല് വേണോ, അതോ കുറുക്ക് വേണോ, അതോ ഡയപ്പർ മാറ്റേണ്ട സമയമായോ, അതൊന്ന് എടുത്താൽ മതിയോ, അതൊന്ന് പുറത്ത് തട്ടിക്കൊടുത്താൽ മതിയോ, അതോ ഗ്യാസിന്റെ ആണോ എന്ന് അവർക്ക് കുറച്ചുകൂടെ അവരുടെ ആ ഒരു സെൻസിറ്റിവിറ്റി ദൈവം അതുപോലെ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ചില മെഷീന്റെ ഒക്കെ സെൻസിറ്റിവിറ്റി നമ്മൾ കാലിബ്രേറ്റ് എന്ന് പറഞ്ഞാല് പുരുഷന്റെ ബ്രെയിനിന്റെ വയറിങ്ങും സ്ത്രീയുടെ ബ്രെയിനിന്റെ വയറിങ്ങും ഒക്കെ ദൈവം ഡിഫറെന്റ് ആയിട്ട് ദൈവത്തിന്റെ വലിയ ജ്ഞാനത്തിൽ ദൈവം അങ്ങനെ ചെയ്തിരിക്കുക. അപ്പോ അതിൻ്റെതായ പല നല്ല വശങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇപ്പോ നമ്മളിപ്പം ഇവിടെ ഞാൻ ലൂക്കോസ് 23 വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് യെശയ്യാവ് 66 അധ്യായത്തില് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുന്നേ? യെശയ്യാവ് 66 അധ്യായത്തില് കർത്താവ് ആശ്വസിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്നേ. അതിന്റെ 13-ാമത്തെ വാക്യം, അതിന്റെ 12ഉം 13ഉം. ആദ്യം ഞാൻ എന്റെ 13-ാമത്തെ വാക്യം വായിക്കാം. യെശയ്യാവ് 66 അധ്യായം. യെശയ്യാവിന്റെ പുസ്തകം എത്ര അധ്യായങ്ങളാണ് ഉള്ളത്? 66 അധ്യായങ്ങളാണ് ഉള്ളത്. അധ്യായത്തിന്റെ ഡിവിഷൻസ്, ചാപ്റ്റർ ഡിവിഷൻസ് ഒക്കെ വളരെ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമാണ് വന്നിരുന്നത്. അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയാനില്ലെങ്കിൽ പോലും യെശയ്യാവിന്റെ ആ ഒരു ചാപ്റ്റർ ഡിവിഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ മൊത്തം എത്ര പുസ്തകങ്ങളുള്ള? 66 പുസ്തകങ്ങള്, 39 പുസ്തകങ്ങള് പഴയ നിയമത്തില്, 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിലും.
യെശയ്യാവിന്റെ പുസ്തകത്തിലും 66 അധ്യായങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 39 അധ്യായങ്ങള് പഴയ നിയമത്തിന്റെ കാര്യങ്ങളും 40 മുതലുള്ള അധ്യായങ്ങൾ, പിന്നീടുള്ള 27 അധ്യായങ്ങള് പുതിയ നിയമത്തിലെ പല പ്രവചനങ്ങളെക്കുറിച്ചും മെസ്സിഹയെക്കുറിച്ചും വരുവാനിരിക്കുന്ന അഭിഷിക്തനെ കുറിച്ചും കഷ്ടം അനുഭവിക്കുന്ന ദാസനെ കുറിച്ചും ഒക്കെ പറയുന്ന പുതിയ നിയമത്തിന്റെ പ്രവചനങ്ങൾ എന്നറിഞ്ഞിരിക്കുന്ന 39 മുതലുള്ള അധ്യായങ്ങൾ, 40 മുതലുള്ള അധ്യായങ്ങൾ, 39 വരെ പഴയ നിയമത്തിന്റെ. അപ്പം ഇവിടെ യെശയ്യാവ് 66 എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് 66 പുസ്തകങ്ങൾ, 66ന്റെ 13ാമത്തെ വാക്യത്തില് എന്താ പറയുന്നേ? അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതായത് അച്ഛനെന്താ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ലേ? ശരിയാണ്, അച്ഛന്റെ ആശ്വാസം അത് നല്ലതാണ്. അച്ഛന്റെ നമ്മൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത്, നമ്മള് വളർന്നു വരുന്ന സമയത്ത് നമുക്കറിയാം, അമ്മ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ അമ്മ ആശ്വസിപ്പിക്കുന്നതും അച്ഛൻ ആശ്വസിപ്പിക്കുന്നതും തമ്മിൽ ശരിയാണ് ചില പലരിലും പല വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും പൊതുവെ നമുക്ക് അമ്മയുടെ ഒരു ആശ്വാസവാക്ക് അത് വളരെ ഒരു അമ്മയൊന്ന് ചേർത്ത് പിടിച്ച് സാരമില്ല പനി, സാരമില്ല മോളെ, ശരിയാവും എന്ന് പറയുമ്പോൾ ഉള്ളൊരു ധൈര്യം. അച്ഛനൊക്കെ ചിലപ്പോ പലയിടത്തും ഭയങ്കര കാർക്കശതയോടെ അന്ന് പോയത് അതൊക്കെ മൈൻഡ് ചെയ്യേണ്ട കാര്യം. അപ്പം മേ ബി അവർക്ക് ചിലപ്പോൾ അത്രയും നമ്മുടെ ഇമോഷൻസ് അത്രയും സെൻസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും കുഞ്ഞുങ്ങളുടെ ആ ഒരു വികാരങ്ങള്. ഇതിനകത്ത് എക്സെപ്ഷൻസ് ഉണ്ട്, അപവാദങ്ങളുണ്ട്. ചിലയിടത്ത് അച്ഛന്മാരായിരിക്കും കൂടുതൽ വളരെ സെൻസിറ്റീവായിട്ട്, ചിലർ അമ്മമാര് കുറച്ചൊരു കടികെട്ടിയായിട്ട് നിൽക്കുന്ന അമ്മമാരും ഒക്കെ ഉണ്ട്. അതുപോലുള്ള പല എക്സെപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ പൊതുവേ ഉള്ളൊരു കാര്യം ഞാൻ പറയാം. അപ്പം ദൈവം പരിശുദ്ധാത്മാവ് യെശയ്യാവ് പ്രവാചകനോട് പറയുമ്പോൾ, ആശ്വാസത്തിന് കാര്യം പറയുമ്പം അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആ ഒരു ആശ്വാസം, അതുപോലെയാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. നിങ്ങൾ യെരൂശലേമില്, യഥാർത്ഥത്തിലുള്ള ദൈവസഭയാണ് യെരൂശലേം, ആ യെരൂശലേമില് ആശ്വാസം പ്രാപിക്കും. യഥാർത്ഥത്തിലുള്ള ദൈവസഭയില്, കർത്താവ് പണിയുന്ന പുത്തൻ യെരൂശലേമാകുന്ന ആ ദൈവസഭയില് കർത്താവിന്റെ ഒരു ആശ്വാസം നിങ്ങൾ പ്രാപിക്കും. അതിന്റെ തൊട്ട് മുമ്പ് 12ാമത്തെ വാക്യം കൂടി പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, അമ്മമാര് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു വിധം കൂടെ ദൈവാത്മാവ് വളരെ രസകരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിക്കുവാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനം. നമുക്ക് കുറച്ചെങ്കിലും സമാധാനം മതിയായിരുന്നു, നമ്മുടെ വീട്ടില് എന്റെ ഹൃദയത്തിൽ കുറച്ചൊരു സമാധാനം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ കഥ പറയുന്നത് ഇതങ്ങ് റീറ്റെയിലായിട്ടല്ല, ഹോൾസെയിലായിട്ട് ഭയങ്കര നദി പോലെ ജീവജലത്തിന്റെ നദികള്. അത് നമ്മളെ വെളിപാട് പുസ്തകം 22ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യം, അതായത് ബൈബിളിന്റെ ഏറ്റവും അവസാനത്തെ പുസ്തകം വെളിപാട് പുസ്തകം, അതിന്റെ ഏറ്റവും അവസാനത്തെ അധ്യായം 22ാമത്തെ അധ്യായം, അതിന്റെ 1ാമത്തെ വാക്യം എന്താ പറയുന്നേ? അവിടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു ജീവജലത്തിന്റെ ഒരു ശുഭ്രമായ പളങ്ക് നദി, പരിശുദ്ധാത്മാവ്. അവിടെ ആ ത്രിയേക ദൈവം, ദൈവപിതാവ്, കുഞ്ഞാടാകുന്ന യേശുക്രിസ്തു, അവരുടെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകി വരുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് പലരും തൃത്വം ഇല്ല എന്നൊക്കെ പറയുന്ന ദുരുപദേശക്കാരൊക്കെ ഒന്ന് ക്രിസ്തീയ എന്ന് പറയുന്ന ഗോളത്തിലുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആ ത്രിയേക ദൈവം, തൃത്വം നമ്മുടെ ബൈബിളിലുടനീളവും കാണുന്നുണ്ട്. ഉൽപ്പത്തി 1ാം അധ്യായം മുതൽ ആദ്യത്തെ വാക്യങ്ങളിലൂടെയും കാണുന്നുണ്ട്. ഇവിടെ വെളിപാട് 22ാം അധ്യായത്തിന് 1ാമത്തെ വാക്യത്തിലും ആ ഒരു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ആ പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദി അവിടെ സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അത് ആരുടെ ഹൃദയത്തിലേക്കാ ചെല്ലുന്നേ? നമ്മളുടെ ഹൃദയത്തിലേക്ക് എന്ന് പറയുമ്പോൾ താഴ്മയുള്ളവർക്ക് ദൈവം കൃപ തരുന്നു എന്ന് നമ്മൾ 1 പത്രോസ് 5:5 യാക്കോബ് 4:6 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ തരുന്നു. പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവാണ്. കൃപയുടെ ആത്മാവെന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ ചില റെഫറൻസസ് ഒക്കെ പെട്ടെന്ന് പറഞ്ഞു പോയി. എല്ലാ റെഫറൻസും കൂടി എടുക്കാൻ നിന്ന് പിന്നെ ഇനിയിപ്പോ ഇന്ന് രാത്രി മൊത്തം ഇവിടെ എന്ന് പറഞ്ഞാലും കാര്യങ്ങൾ തീരത്തില്ല. അപ്പൊ അതുകൊണ്ട് കൃപയുടെ ആത്മാവെന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സെഖരിയാവ് 12ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യത്തിലും എബ്രായർ 10ാം അധ്യായത്തിന്റെ 29ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്. സെഖരിയ 12:10, ഹീബ്രൂസ് 10:29. സെഖരിയാവ് 12:10, എബ്രായർ 10:29 പറയുന്നത് എന്താ? ഹോളി സ്പിരിറ്റ് ഇസ് കോൾഡ് ദി സ്പിരിറ്റ് ഓഫ് ഗ്രേസ്. പരിശുദ്ധാത്മാവിനെ കൃപയുടെ ആത്മാവ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് പരിശുദ്ധാത്മാവ് താഴ്മയുള്ളവരിലേക്ക് എന്ന് പറഞ്ഞാൽ, ഞാനെല്ലാം തികഞ്ഞവയാ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഒന്നിനും എനിക്ക് കുറവൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ലവോദിക്യ മൂപ്പനെ കുറിച്ച് നമ്മളവിടെ വെളിപാട് പുസ്തകം 3ാം അധ്യായത്തിന് 17ാമത്തെ വാക്യത്തിൽ ഐ ഹാവ് നീഡ് ഓഫ് നത്തിങ്, എനിക്കൊന്നിനും കുറവില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം ദൈവത്തിന്റെ കണ്ണിൽ വളരെ കുരുടനും നഗ്നനും അരിഷ്ടനും ഒക്കെ ആണെന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് പരിശുദ്ധാത്മാവ് ആരിലേക്ക് യഥാർത്ഥത്തിലുള്ള ആശ്വാസം തരുന്നത്? കർത്താവിന്റെ ആ യെരൂശലേം പുത്രിമാരോടുള്ള കൽപ്പനയിലേക്ക് നമ്മൾ വരുവാണ്. അപ്പൊ ആ യെരൂശലേം പുത്രിമാരോട് കർത്താവ് അങ്ങനെ കൽപ്പിക്കാൻ അവരെ അലമുറയിട്ട് നിലവിളിക്കുന്ന ആ സഹോദരിമാരോട് കർത്താവ് അത് പറയാൻ കാരണം, സഹോദരിമാരോടായിട്ട് പ്രത്യേകമായിട്ട് പറയാൻ കാരണം, അവർക്ക്
ഹിഡനായിട്ട് വലിയൊരു മിനിസ്ട്രി ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു കപ്പാസിറ്റി ടു സെൻസ് ദ നീഡ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ആ ഒരു ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടുതലായിട്ട് എമ്പതൈസ് ചെയ്യുവാൻ, അത് എന്റെ വേദനയായിട്ടത് കണ്ട്, എന്റെ കുടുംബത്തിന്റെ വേദനയായിട്ടത് കണ്ട്, എന്റെ കുഞ്ഞുങ്ങളുടെ വേദനയായിട്ടത് കണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഇതിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും, അങ്ങനെ രഹസ്യത്തില് മറ്റുള്ളവരെ കാണിക്കെ മറ്റുള്ളവരെ കാണാൻ വലിയ എന്തോ ഒരു മനുഷ്യമാനം കിട്ടാൻ വേണ്ടിയല്ല, രഹസ്യത്തിലുള്ള പിതാവിന് മുമ്പാകെ പ്രാർത്ഥിക്കുന്ന കാര്യം നമ്മൾ മത്തായി 6:6 നമ്മൾ വായിക്കുന്നത്. നമ്മൾ പരസ്യമായിട്ട് ഓഫ്കോഴ്സ് നമ്മളൊരു കൂട്ടായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും വേണം. അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ, വേറെ ആരും ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് എന്റെ പിതാവായ ദൈവമാണ് കേൾക്കുന്നത്, മറ്റാരെങ്കിലും ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, മറ്റൊരാൾക്കാരിലെ മതിപ്പുളവാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറച്ച് ഭാഷകൾ പറയാനല്ല, മറിച്ച് കർത്താവേ അവിടുന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് ആ ഒരു താഴ്മയില്, ആ ഒരു നുറുക്കത്തില്, ആത്മാവിന്റെ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്, മത്തായി 5:3. അങ്ങനെ ആത്മാവിലൊരു ദാരിദ്ര്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നദിപോലൊരു സമാധാനം, അത് നമ്മളിവിടെ യെശയ്യാവ് 66:12 വായിക്കുന്ന നദിപോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോടുപോലെ. നമ്മളിപ്പോ ഇപ്പം വേനൽക്കാലം ഒക്കെ ചില തോടൊക്കെ നോക്കിയാൽ ഇത് തോടാണോ റോഡാണോ എന്ന് അറിയത്തില്ല, അതുപോലെ പറ്റി വരണ്ടിരിക്കുമായിരിക്കുന്ന മഴയൊക്കെ പെയ്ത് തോടുകളൊക്കെ ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന, നമ്മുടെ പ്രളയമൊക്കെ കഴിഞ്ഞ 2 പ്രളയമൊക്കെ കണ്ടിട്ടുള്ളവരാണ് നമ്മളപ്പോ. അതുകൊണ്ട് കവിഞ്ഞൊഴുകുന്ന നദികൾ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പേടി വരും. എന്നാൽ ഇത് ഒരു പോസിറ്റീവ് അർത്ഥത്തിൽ കവിഞ്ഞൊഴുകുന്ന നദികളെ പോലെ, തോടുപോലെയും ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. ആ ഒരു അവിടെ നമ്മൾ എന്താ വായിക്കുന്ന, എക്സ്റ്റെൻഡ് പീസ് ലൈക്ക് റിവർ, ഗ്ലോറി ഓഫ് ദി നേഷൻസ് ലൈക്ക് ഓവർഫ്ലോയിങ് സ്ട്രീം. അത് കഴിഞ്ഞിട്ട് പറയുക, ഈ അമ്മ ആശ്വസിപ്പിക്കുന്നതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ഫോട്ടോഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ പറയുക, നിങ്ങളെ പാർശ്വത്തിൽ, അതായത് സൈഡില്, പാർശ്വം എന്ന് പറഞ്ഞാൽ എന്താ, പാർശ്വഫലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പാർശ്വഫലം എന്ന് പറഞ്ഞാൽ സൈഡ് എഫക്ട്, മരുന്നിന്റെ പാർശ്വഫലം എന്ന് പറഞ്ഞാൽ സൈഡ് എഫക്ട്, സൈഡ്. അപ്പം നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് അമ്മ ഇങ്ങനെ, അച്ഛൻ ഇങ്ങനെ ആയിരിക്കും പലപ്പോഴും കുഞ്ഞുങ്ങളെ എടുക്കുന്നത്, അമ്മമാർ ഇങ്ങനെ എളിയിൽ ഇങ്ങനെ വെക്കും അല്ലേ സാധാരണ. അപ്പൊ അത് പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിൽ മേല് ഇരുന്ന് ഇങ്ങനെ മുഴങ്കാലിൽ മേല് ഇരുത്തിലാളിക്കുകയും ചെയ്യും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, സഹോദരിമാരായിട്ട് ഉള്ള, ഇപ്പൊ നമ്മള് പലപ്പോഴും പല ചേർച്ചിലോട്ട് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ സഹോദരിമാരുടെ ആ ഒരു സെക്ഷൻ കുറച്ചുകൂടെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നതാണ്. സഹോദരന്മാരൊക്കെ കുറച്ച് ചിലപ്പോൾ മിക്ക സഭകളിലായാലും എക്സെപ്ഷൻസ് കാണും. എന്നാൽ മിക്ക സഹോദരന്മാരുടെ എണ്ണം കുറച്ച് കുറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണും. എന്ന് വെച്ചാല് സഹോദരന്മാര് ബലഹീന പാത്രങ്ങളാണെന്ന് അവിടെ 1 പത്രോസ് 3:7 നമ്മൾ വായിക്കുമ്പം അത് അവരെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജും കൂടെ. അവർ ബലഹീനരായതുകൊണ്ട് ബലഹീനർക്കാണ് കർത്താവിന്റെ ബലം തികഞ്ഞു വരുന്നത്. അപ്പൊ അവർക്കാണ് കർത്താവിലേക്ക് ഓടി അടുത്ത് വരുവാൻ കൂടുതൽ എളുപ്പം. മറ്റേ ആണുങ്ങൾ വലിയ ബലവാന്മാരാണ്, ഞങ്ങൾക്ക് എല്ലാം പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ദൈവത്തിന് അവരെ ഒന്ന് തകർത്തൊന്ന് കർത്താവിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര പാടാ. അപ്പൊ അതുകൊണ്ട് നമ്മളിനിപ്പോ നിത്യതയിൽ സ്വർഗത്തിലെത്തും, നിത്യതയില് സ്വർഗത്തിലെത്തുമ്പോഴും അവിടെ സഹോദരിമാരുടെ പോപ്പുലേഷൻ മിക്കവാറും സ്വർഗത്തിലെ സഹോദരന്മാരുടെ പോപ്പുലേഷനെക്കാട്ടിൽ കൂടുതലായിരിക്കാനുള്ള സാധ്യതയുണ്ട്, നമുക്കറിയത്തില്ലെങ്കിലും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വെച്ചാല് സഹോദരിമാർക്ക് ശരിയാണ്, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം പല പരിമിതികളും പല അതിരുകളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം അത് ചെയ്തിട്ടുണ്ട്. എന്നാൽ സഹോദരിമാരോട് നമ്മളിപ്പം ആദ്യം കണ്ട ആ ഒരു കൽപ്പനയിലേക്ക് നമ്മളൊന്ന് തിരിച്ചു വരുവാണെങ്കിൽ, ലൂക്കോസ് 23-ാം അവിടെ കർത്താവ് എന്താ പറയുന്നേ, കരയാൻ വേണ്ടി പറയുക. ആർക്കു വേണ്ടിയാ കരയണ്ടേ? കർത്താവ് ഇപ്പോ ഇങ്ങനെ ചോരയൊലിപ്പിച്ച് ക്രൂശെടുത്ത് നടക്കുന്നതിനെ കുറിച്ചൊരു സഹതാപത്തിന്റെ കരച്ചില് കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അതിനെക്കുറിച്ച് കരയേണ്ട കാര്യമില്ലെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് പിതാവിന്റെ ഹിതം ചെയ്യുവാണ്, പിതാവിന്റെ ഹിതത്തിന്റെ ഏറ്റവും ഒത്ത കേന്ദ്രത്തിലെത്താനുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്നെക്കുറിച്ച് നിങ്ങൾ കരയണ്ട. ശരിയാണ്, ഞാനിപ്പോ വളരെ വിരൂപനായിട്ട് അടിയും ചാട്ടവാറടിയും, അതിന്റെ തൊട്ട് മുമ്പ് പീലാത്തോസ് പുറം എല്ലാം വാറുകൊണ്ട് അടുപ്പിച്ചെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയും നമ്മൾ യോഹന്നാൻ 19:1 വാക്യമൊക്കെ ഇതേ കറസ്പോണ്ടിങ് പോർഷനിൽ നമ്മൾ അവിടുത്തെ വായിക്കുന്നുണ്ട്. എന്ന് അതൊക്കെ ആയിട്ട് രക്തമൊക്കെ വാർന്നൊലിച്ച് അങ്ങനെ ആയിരിക്കുന്ന ആ ഒരു കർത്താവിനെ കണ്ട് അങ്ങനെ ഒരു സഹതാപത്തിന്റെ ഒരു കരച്ചിലല്ല, മറിച്ച് തങ്ങളെക്കുറിച്ച്, അതാ അവിടെ നമ്മളവിടെ വായിക്കുന്നത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. അതായത് നമ്മളുടെ സ്വന്തം ജീവിതങ്ങളില്
വരേണ്ട ഒരു മാനസാന്തരം. കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുന്നു. മത്തായി 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില് കർത്താവ് ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. ആ ഒരു മാനസാന്തരത്തിന്റെ ഒരു കരച്ചിൽ, ഒരു സ്വയസഹതാപത്തിന്റെ കരച്ചിലല്ല. അയ്യോ, എന്നെ ആരും കണ്ടില്ലേ, കേട്ടില്ലേ, എന്നെ ആരോടൊന്നും ചോദിച്ചില്ലേ, എന്നെ ആരും വിളിച്ചില്ലേ, കണ്ടില്ലേ, അങ്ങനെ ഒരു സ്വയസഹതാപത്തിന്റെ ഒരു കരച്ചിലല്ല. മറിച്ച് ഒരു പരാതിയുടെ വെറുപ്പിന്റെ ആ ഒരു കരച്ചിലല്ല. മറിച്ച് നമ്മളുടെ കുറവുകളെ കുറിച്ച് ഓർത്ത്, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ കുറിച്ച് ഓർത്ത്, പാപങ്ങളെ കുറിച്ച് ഓർത്ത്, കോപത്തെ കുറിച്ച് ഓർത്ത്, നമ്മുടെ ആകുല ചിന്തകളെ കുറിച്ച് ഓർത്ത്, നമ്മളുടെ പലപ്പോഴും ചിലരോട് ക്ഷമിക്കാൻ പറ്റാത്ത ചില മനോഭാവങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ ജീവിതത്തില് ഉള്ള ചില പാപങ്ങൾ എന്ന് പറയുമ്പോൾ എന്തോ വലിയ വലിയ പാപങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. എന്നാൽ ചിലപ്പം ചെറിയൊരു ഈർഷ്യയോ പിണക്കോ അങ്ങനെയുള്ള ചില കാര്യങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാല് എന്താണ് പറയുന്നേ, അതായത് ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പലരും നമ്മളോട് പെരുമാറുന്നു. ചിലർ നമ്മളെ കുറിച്ച് എന്തോ പരദൂഷണം പറയുന്നതായിട്ട് കേൾക്കുന്നു. ചിലർ നമുക്ക് ഇതിനെ പാര വെക്കുന്നതായിട്ടുള്ള ബന്ധുക്കൾ കാണും. ചിലപ്പോൾ അമ്മായിയമ്മയായിട്ടുള്ള പ്രശ്നമായിരിക്കും, ചിലപ്പോൾ മരുമോളുമായിട്ടുള്ള പ്രശ്നമായിരിക്കും, ചിലപ്പോൾ നാത്തൂനുമായിട്ടുള്ള പ്രശ്നമായിരിക്കും, ചിലപ്പോൾ മക്കളുമായിട്ട്, ഭർത്താവുമായിട്ട്, അയൽവക്കക്കാരുമായിട്ട്, സഹപ്രവർത്തകരുമായിട്ട്, അങ്ങനെയൊക്കെയുള്ള പല ഉരസലുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സെൻസിറ്റിവിറ്റി സഹോദരിമാർക്ക് ആശ്വസിപ്പിക്കാനും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ ഒപ്പിയെടുക്കാനും ഒക്കെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അതിന്റെ ഒരു ഏതൊരു നാണയത്തിന് ഒരു മറുവശവും കൂടെ ഉണ്ടെന്ന് പറയുന്നത് പോലെ അതിന്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ ചില തെറ്റായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ ബാക്കിയുള്ളവരിൽ നിന്നുണ്ടാകുമ്പോൾ അതങ്ങ് ക്ഷമിച്ചങ്ങ് വിട്ടുകൊടുക്കാനും അതൊക്കെ അങ്ങ് പൊട്ടേന്ന് വെക്കാനും ഒക്കെ പുരുഷന്മാര് കുറച്ചുകൂടെ സാരമില്ല, അതൊക്കെ പണ്ട് നടന്നെന്തോ കാര്യം പോട്ടെ എന്ന് വെക്കാൻ ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞേക്കും. പക്ഷെ പലപ്പോഴും സഹോദരിമാരാണെങ്കിൽ എല്ലാം കൂടെ ഒരു അവരുടെ ഇപ്പൊ ഞങ്ങള് സൈക്കോളജിയിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് men think in compartments or boxes, women think in a continuum എന്ന് പറയും. എന്ന് പറഞ്ഞാല് പുരുഷന്മാര് ഒരു കമ്പാർട്ട്മെന്റ് ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് മാതിരി, ഒരു ബോക്സ് മാതിരിയാ അവരുടെ ചിന്തകൾ. രാവിലെ നടന്നൊരു കാര്യം അവര് രാവിലെ കൊണ്ട് ആ കാര്യം ഒന്ന് തീർത്തു. വൈകിട്ടത്തേക്ക് വരുമ്പോഴത്തേക്കും രാവിലത്തെ കാര്യം വെച്ചുകൊണ്ടിരിക്കത്തില്ല. അങ്ങനെ ഒരു കാര്യം നടന്നോ, അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞായിരുന്നോ, സാരമില്ല എന്ന് പറഞ്ഞാൽ അവരത് ഒരു കാര്യം നടന്നു, അതങ്ങ് കഴിഞ്ഞു. അവര് വേറെ കാര്യം ചെയ്യുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ എല്ലാം അങ്ങ് ബന്ധിപ്പിച്ച് അങ്ങ് കൂട്ടിക്കുഴയ്ക്കത്തില്ല. അതൊരു പുരുഷന്മാർക്ക് വീടിന്റെ ഒരു നേതൃത്വവും കാര്യങ്ങളൊക്കെ ദൈവം കൊടുക്കുമ്പോൾ ദൈവം അവരെ അങ്ങനെ ഒരു കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു തിങ്കിങ് കപ്പാസിറ്റി ഒക്കെ അവർക്ക് കൊടുത്താൽ ദൈവം വെക്കുന്നത്. എന്നാൽ സഹോദരിമാർക്കുള്ളൊരു അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിന്റെ കണ്ടിന്യൂ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ നൂഡിൽസും ഇടിയപ്പവും ഒക്കെ ഇങ്ങനെ എല്ലാം കൂടെ ചുറ്റിപ്പടഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ 10 വർഷം മുമ്പേ പറഞ്ഞ കാര്യവും, ഇന്നലെ രാവിലെ നടന്ന കാര്യവും, ഞാൻ രാത്രി നടന്ന കാര്യവും എല്ലാം കൂടെ അതൊക്കെ അങ്ങ് ക്ഷമിച്ചങ്ങ് കളയാന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും ആ കാര്യങ്ങളൊക്കെ പിന്നെ എടുത്തുകൊണ്ട് വന്ന് വന്നാലും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, മറ്റേ അത് ഇങ്ങനെ ചെയ്തല്ലോ, അവർക്ക് എന്നോട് ഇഷ്ടമല്ലായിരിക്കും, അവരെന്നെ കണ്ടപ്പോൾ ആ കല്യാണത്തിന് വെച്ച് കണ്ടപ്പം ചിരിച്ചില്ല, എനിക്ക് കൈ തന്നില്ല, അല്ലെങ്കിൽ എന്നെ അവര് വിളിച്ചില്ല, അല്ലെങ്കിൽ എന്നെ നോക്കി ചിരിച്ചപ്പോൾ ആ ചിരിയുടെ ഇന്റൻസിറ്റിയുടെ ആ ഒരു തീവ്രത കുറച്ച് കുറഞ്ഞു പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചെറിയ കാര്യങ്ങൾ അവർക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ ഒപ്പിയെടുക്കാനൊക്കെ എന്നുള്ളൊരു നല്ല അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ, അങ്ങനെ ഒരു നല്ല ഗുണം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അതിനൊരു ദോഷവശം എന്ന് പറഞ്ഞാൽ ചില തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവരതന്നെ അതൊരു പർവ്വതീകരിച്ച് വലിയ എന്തോ ഒരു സംഭവം നടന്നു, ഒരു അന്താരാഷ്ട്ര പ്രശ്നം നടന്നു, ഒരു ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തെക്കാട്ടി വലിയൊരു പ്രശ്നമായിട്ട് ചെറിയൊരു കാര്യമായിരിക്കും എന്ന്. പക്ഷെ ഒരുപക്ഷെ അത് സഹോദരന്മാർക്ക് ഇത് വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ലായിരിക്കും. പക്ഷെ അതുകൊണ്ട് അത് സഹോദരന്മാരുടെ ആ ഒരു ചെറിയ ചെറിയ പ്രശ്നമല്ലെന്നല്ല. ഓഫ്കോഴ്സ് കർത്താവിന് അത് അറിയാം. സ്ത്രീ നീ കരയുന്നത് എന്ത് എന്നാരാ ചോദിച്ചേ? ഇതേ കർത്താവ് തന്നെ ചോദിച്ചേ. നമുക്കതറിയാം. കർത്താവ് പുനരുദ്ധാനത്തിന് ശേഷം ഇപ്പൊ ഇവിടെ ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്ന കർത്താവ് കരയുവിൻ എന്ന് പറയുന്നു. മാനസാന്തരപ്പെട്ട് കരയുവിൻ, നമ്മളെ കുറിച്ച് ഓർത്തും നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത്, നമ്മുടെ ഭർത്താക്കന്മാര്, സഹോദരന്മാരെ, അപ്പനമ്മമാരെ എല്ലാം ഓർത്ത് നമ്മള് ആ ഒരു ദൈവത്തിനായിട്ട് പക്ഷപാതം ചെയ്തുകൊണ്ട്, ഇന്റർസീഡ് ചെയ്തുകൊണ്ട് നമ്മളെ കരയണം. എന്നാൽ ഒരു നിരാശയുടെ ഒരു കരച്ചിലോ, അല്ലെങ്കിൽ ഒരു സ്വയസഹതാപത്തിന്റെ ഒരു കരച്ചിലോ, ആകുലതയുടെ കരച്ചില്, അവിടെ മഗ്ദലക്കാരി മറിയത്തോടെ യോഹന്നാൻ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 3 പേര് മഗ്ദലക്കാരി മറിയത്തോട് കരയുന്നത് എന്തെന്ന് ചോദിക്കുന്നുണ്ട്.
ആരാ യേശു ചോദിക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് ദൂതന്മാർ ചോദിക്കുന്നുണ്ട്. അത് നമ്മള് യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തില് അവർ അവളോട്, ആരാ? രണ്ട് ദൂതന്മാർ അവിടെ കല്ലറയില്, കർത്താവിന്റെ കല്ലറ, അത് അവരാ ഞായറാഴ്ച ദിവസം മഗ്ദലക്കാരത്തി മറിയവും ബാക്കിയുള്ള ഏതാനും സഹോദരിമാരും കൂടെ ചെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഒഴിഞ്ഞ കല്ലറയാ കാണുന്നത്. കല്ല് നീക്കപ്പെട്ടിരിക്കുന്നു. ആ കല്ലിന്റെ മേലെ ദൂതൻ ഇരിക്കുന്നതായിട്ടൊക്കെ കാണുന്നു. ഈവൻ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മറിയമാരൊക്കെ അങ്ങ് പോകുന്നു. എന്നാൽ മഗ്ദലക്കാരത്തി മറിയതും മാത്രം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ കരയുന്നതിന്റെ ഇടയിൽ അവളൊന്ന് എന്ത് ചെയ്തു? അവള് 11-ാമത്തെ വാക്യം, എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. എന്തെങ്കിലും ഉണ്ടോ? എന്തോ ഒരു അനക്കം കേൾക്കുന്നവണൊക്കെ, എന്തോ ഒരു പ്രകാശം പോലെ. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത്, 12-ാമത്തെ വാക്യം, യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അതായത് ഈ കൃപാസനം എന്ന് പറയുമ്പോൾ ഇപ്പം ആൾക്കാർക്ക് വേറെ ഒരു സ്ഥലമൊക്കെ ഓർമ്മ വരുന്നത്. ആ കൃപാസനത്തെ കുറിച്ചല്ല പറയുന്നത്. നമ്മള് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തില് അവിടെ മേഴ്സി സീറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കൃപാസനം, ഞാനിവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് പോകുമ്പം അവിടെ കൃപാസനത്തില് അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും കെരൂബുകളെ കുത്തിവെക്കണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ കർത്താവ് ശരീരം കിടന്നിരുന്നതിന്റെ തലക്കിലും കാൽക്കിലും ഈ ദൂതന്മാര് ഇരുന്ന ഒരു കാര്യം ഞാനവിടെ പുറപ്പാട് പുസ്തകം 25-ന്റെ 18, 19, പൊന്നുകൊണ്ട് രണ്ട് കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിന്റെ, അതായത് മേഴ്സി സീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിവിശുദ്ധ സ്ഥലത്ത് വെക്കാനുള്ള നിയമപ്പെട്ടകത്തിന് ഒരു അടപ്പ് മാതിരിയാണ് ഈ മേഴ്സി സീറ്റ് അല്ലെങ്കിൽ കൃപാസനം. അതൊരു ലിഡ് മാതിരി, ഒരു റെക്ടാങ്കുലർ ബോക്സ് മാതിരി, ഒരു ചതുരപ്പെട്ടി മാതിരിയാണ് ഈ ആർക്ക് ഓഫ് ദ ടെസ്റ്റിമണി, സാക്ഷ്യപ്പെട്ടകം അങ്ങനെ ആയിരിക്കുന്നു, അല്ലെങ്കിൽ നിയമപ്പെട്ടകം, സാക്ഷ്യപ്പെട്ടകം അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു കവറിങ് മാതിരി, അതിൻ്റെ ഒരു ലിഡ് മാതിരിയാണ് ഈ മേഴ്സി സീറ്റ്, കൃപാസനം. ആ കൃപാസനത്തെ കുറിച്ച് പറയുമ്പം പൊന്നുകൊണ്ട് രണ്ട് കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിന്റെ രണ്ടറ്റത്തും അടിപ്പ് പണിയായി, അത് ഹാമേർഡ് വർക്കായിട്ട്, എന്നുവെച്ചാൽ അടിച്ചിട്ടുള്ള പണിയായിട്ട്, ഹാമേർഡ് വർക്കായിട്ട്, അല്ലെങ്കിൽ ചുറ്റിക കൊണ്ട് അടിച്ച് പരത്തി എന്നുള്ള ഒരു അടിപ്പ് പണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഒരു കെരൂബിനെ എന്ന് പറഞ്ഞാൽ ദൂതന്മാരിലെ ഒരു വിഭാഗത്തെ കെരൂബുകള്, വേറെ വിഭാഗത്തെ സെറാഫുകൾ എന്നൊക്കെ വിളിക്കുന്ന പോലെ ഒരു കെരൂബുകളെ കുറിച്ച് നമ്മൾ യെഹെസ്കേലിന്റെ പുസ്തകത്തിലും ഉൽപ്പത്തി പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവിടെ ഗാർഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി എന്നൊക്കെ നമ്മള് യെഹെസ്കേലിൽ നിന്നൊക്കെ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വത്തിന്റെ കാവൽക്കാരായിട്ടുള്ള കെരൂബുകൾ. അപ്പൊ ആ ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായ അതിന്റെ രണ്ടറ്റത്തും ഉണ്ടാക്കണം. അപ്പൊ ആ കൃപാസനത്തില് അപ്പുറവും ഇപ്പുറവും കെരൂബുകൾ എന്ന പോലെ കർത്താവിന്റെ ശരീരം കിടന്നിരുന്നതിന്റെ അപ്പുറവും ഇപ്പുറവും തലക്കലും കാൽക്കലും രണ്ട് ദൂതന്മാര് അവിടെ ഇരിക്കുക. അതാ നമ്മൾ തിരിച്ചിവിടെ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എന്താ വായിച്ച? ദൂതന്മാർ ഒരുത്തൻ തലക്കിലും ഒരുത്തൻ കാൽക്കിലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, ദൂതന്മാരും ഇന്ന് സഹോദരിമാര് കരയുന്ന കാണുമ്പോൾ യേശു കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, എന്താ? ഇന്ന് ദൂതന്മാരും നമ്മളോട് ചോദിക്കും, സ്ത്രീ എന്ന് വിളിക്കുമ്പോ എന്തോ നമ്മളിപ്പോ മലയാളത്തിലെ ഒരാളെ ഒരു സഹോദരിയെ ചെന്ന് സ്ത്രീ എന്ന് വിളിച്ചാൽ ചിലപ്പോൾ അടിയിട്ടില്ലെങ്കിൽ ചോദിച്ചാൽ മതി. അങ്ങനെ അതൊരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരിക്കും നമ്മുടെ മലയാള പതിവ് ഇതിൽ. എന്നാൽ ഗ്രീക്ക് ഭാഷയിലെ സ്ത്രീയെ എന്നുള്ള ആ പദപ്രയോഗം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് അത് മാഡം, സർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ യേശു കർത്താവ് തന്നെ മറിയത്തോടെ സ്ത്രീയെ എനിക്ക് നിനക്കുന്നത് തമ്മിൽ എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ യോഹന്നാൻ 2-ാം അധ്യായത്തിലൊക്കെ ചോദിക്കുമ്പോഴും സ്ത്രീ ഇതാ നിന്റെ മകൻ എന്ന് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ച് അവിടെ 19-ാം അധ്യായത്തിലൊക്കെ പറയുമ്പോൾ ആ സ്ത്രീ എന്നുള്ള ആ ഒരു പദപ്രയോഗം ഗ്രീക്കില് അതൊരു മാഡം എന്നുള്ള അർത്ഥത്തിൽ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പദപ്രയോഗമായിട്ടാണ് ഗ്രീക്കിലുള്ളത്. അപ്പം നമ്മൾ മലയാളത്തിൽ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ സഹോദരി എന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പരാവർത്തനം ചെയ്ത് പാരഫ്രൈസ് ചെയ്ത് പറയാം. അതാ നമ്മളോട്, അല്ലെങ്കിൽ ഇപ്പം കർത്താവിനെ വിളിക്കുമ്പം മകളെ, മോളെ എന്ന് വിളിക്കുന്നത് പോലെ, അതാ നമ്മളിവിടെ അതിന്റെ 13-ാമത്തെ വാക്യം, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല, അവനെ ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. അപ്പം അവിടെ ഈ ദൂതന്മാര് കല്ലറയ്ക്കുള്ളില്, മറിയ കല്ലറയുടെ വാതിൽക്കല്
അപ്പം ദൂതന്മാര് പെട്ടെന്ന് എന്തോ അങ്ങോട്ട് എന്തോ നോക്കുന്ന പോലെ തോന്നിക്കണം, പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ അവരങ്ങോട്ട് അവരുടെ ആയി ഫോക്കസ്. അപ്പം പെട്ടെന്ന് മറിയ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു, എന്തോ ഒരാളനക്കം പോലെ. എന്താ അവിടെ നിൽക്കുമ്പോ ആരാ നിൽക്കുന്നത്? യേശു തന്നെയാ നിൽക്കുന്നത്. പക്ഷെ കർത്താവിനെ മനസ്സിലായില്ല. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിന്റെ പല പ്രയാസവേളകളിലൊക്കെ കർത്താവ് വന്നങ്ങ് അടുത്ത് നിൽക്കും. പക്ഷെ നമ്മളിങ്ങനെ കണ്ണൊക്കെ കലങ്ങി, ഈ കണ്ണുനീരൊക്കെ ആയിട്ട് കണ്ണൊക്കെ കലങ്ങിയിരിക്കുമ്പോഴത്തേക്ക് ഈ റിഫ്രാക്ടറി എറർ ഉണ്ടാവുമല്ലേ, ഈ കണ്ണൊക്കെ കണ്ണുനീര് കൊണ്ട് മൂടിയിരിക്കുമ്പോൾ ശരിക്കും വ്യക്തമായിട്ട് കാണത്തില്ല ആരാ ഈ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ചില ഇങ്ങനെ പരാതിക്കരച്ചിലും, അയ്യോ എന്നെ ഭർത്താവ് എന്നോട് സ്നേഹമില്ലേ, എൻ്റെ അടുത്ത് മിണ്ടിയില്ലേ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള പല അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മ എനിക്ക് വേണ്ടി എന്നെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ മരുമോളെ എന്നെ ഇതുപോലെ എന്നോട് പെരുമാറി, അങ്ങനെയൊക്കെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിനെ കലക്കുന്ന, നമ്മുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ. അപ്പൊ കർത്താവിനെ പോലും നമ്മൾ തിരിച്ചറിയാതെ നിൽക്കുന്ന ആ ഒരു സമയത്ത് കർത്താവ് നമ്മളോട് ചോദിക്കുന്ന, സ്ത്രീ, എന്റെ മകളെ, എന്റെ മോളെ, നീ എന്താ കരയുന്നേ എന്ന് ആ ഒരു കർത്താവിന്റെ സ്വരം. അപ്പോഴും അവർക്ക് മനസ്സിലായില്ല, നീ ആരെ തിരയുന്നു, ഹൂം ആർ യു സീക്കിംഗ് എന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ദൈവം നമ്മളോടും ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ ആഴത്തില്. നമുക്ക് ഇന്ന് നമ്മൾ കർത്താവിന്റെ പിന്നാലെ ചെല്ലുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൂം ആർ യു സീക്കിംഗ്, വാട്ട് ഡു യു സീക്ക്? കർത്താവിന്റെ ഒരു സ്ഥിരം ചോദ്യമാണ്. ചിലരുടെ ഒരു സ്ഥിരം ഡയലോഗ് എന്നൊക്കെ പറയുന്ന പോലെ കർത്താവിന്റെ ഒരു സ്ഥിരം ഡയലോഗാണ് ഈ വാട്ട് ഡു യു സീക്ക് എന്നുള്ള ചോദ്യം. അത് നമ്മൾ ഇതേ യോഹന്നാന്റെ സുവിശേഷം ആരംഭത്തിലും വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം ഒടുക്കത്തിലാണ് നമ്മളിപ്പോൾ ഇത് വായിക്കുന്നത്. എന്നാൽ ആരംഭത്തിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് നമ്മളവിടെ എന്താ വായിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് അതിന്റെ 37-ാമത്തെ വാക്യത്തില് 2 ശിഷ്യന്മാര്, അതാരാ? നമ്മുടെ യോഹന്നാൻ സ്നാപകൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റിന് 2 ശിഷ്യന്മാര് യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ള 36-ാമത്തെ വാക്യം എന്നുള്ള സാക്ഷ്യമൊക്കെ കേട്ട്, യോഹന്നാനെ കേട്ട് അവർ യേശുവിനെ പിൻഗമിച്ചു. യേശു തിരിഞ്ഞ് അപ്പൊ തന്റെ പിന്നാലെ ആരെങ്കിലും വരുന്നത് എന്ന് കർത്താവ് കാണുമ്പോ കർത്താവ് അവരെന്തെങ്കിലും ആയിട്ട് വന്നോട്ടെ എന്നങ്ങ് വിചാരിക്കൂല. കർത്താവ് തിരിഞ്ഞു എന്ന് നമ്മളോട് ചോദിക്കും, എന്തിനാ വരുന്നേ, എന്തോത്തിനാ, എന്തും കണ്ടോണ്ട്? അതാ. അപ്പം അതാ 38-ാമത്തെ വാക്യത്തില് യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു, വോട്ട് യു സീക്ക്, എന്തിനു വേണ്ടിയാ വരുന്നേ? എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും നന്മകള് ചിലർക്കാണെങ്കിൽ, പലരും ഇന്ന് ദൈവത്തെ സീക്ക് ചെയ്യുന്നത് എന്താ? രോഗസൗഖ്യം വേണം, ആ വിടുതൽ വേണം, ഈ വിടുതൽ വേണം, സാമ്പത്തികം വേണം. ശരിയാണ്, നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് അറിയുന്നു, അതെല്ലാം നല്ലത് തന്നെ. പക്ഷെ അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ കർത്താവിനെ സീക്ക് ചെയ്യുന്നേ. നമുക്ക് ഭൗതികമായിട്ടുള്ള പല ആവശ്യങ്ങളും കാര്യങ്ങളും, ശരിയാണ്, ദൈവം നമ്മളുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മളെക്കാട്ടിലുപരിയായിട്ട് അറിയാവുന്ന ഒരു സ്വർഗത്തിലെ അപ്പച്ചനാണ് നമുക്കുള്ളത്. നമ്മുടെ ഒരു ആത്മമണവാളന കർത്താവായിട്ട് നമുക്കുള്ളത്, സഹായകനായിട്ട് പരിശുദ്ധാത്മ നമ്മുടെ കൂട്ടുള്ളത്. എന്നാൽ നമുക്ക് ആ ഒരു ഭൗതികത്തിന്റെ ആവശ്യങ്ങൾ മാത്രമാണോ? ശരിയാണ്, ഒരുപക്ഷെ ആ ഒരു കർത്താവിലേക്ക്, കർത്താവിന്റെ ആ ഒരു നന്മയൊന്ന് ആസ്വദിച്ചറിയാൻ വേണ്ടി ദൈവം നമ്മളുടെ വിശ്വാസ ജീവിതത്തിന് ആദ്യകാലങ്ങളിൽ എസ്പെഷ്യലി ആ ഒരു ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഗ്രഹവും വിടുതലും ഒക്കെ കൂടെ ആയിരിക്കും നമ്മള് കർത്താവിന്റെ നന്മയൊന്ന് അറിഞ്ഞ് കർത്താവിനെ ഒന്ന് അറിയാനൊക്കെ ഇടയാവുന്നത്. എന്നാൽ വിശ്വാസ ജീവിതത്തിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമുക്ക് എന്തോ അപ്പം തിന്നാൻ വേണ്ടി കർത്താവിന്റെ പിന്നാലെ ചെന്നവരെ കുറിച്ച് നമ്മളിവിടെ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 6-ാം അധ്യായത്തില് കർത്താവ് 5 അപ്പം കൊണ്ട് 5000-ലധികം പേരെ പോഷിപ്പിച്ചു. അതിനുശേഷവും പലരും കർത്താവിനെ രാജാവാക്കാൻ നോക്കി കർത്താവിന് പിന്നാലെ ചെല്ലുമ്പം കർത്താവരുടെ, നിങ്ങൾ എന്തന്വേഷിച്ചാ വരുന്നേ? ജീവന്റെ അപ്പം, അതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടേ. ഈ ഭൗതികമായിട്ടുള്ള അപ്പം അത് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് മന്നയായിട്ടൊക്കെ കൊടുത്തു. എന്നാൽ ഇന്ന് ഐ ആം ദി ലിവിങ് മന്ന, ഐ ആം ദി ലിവിങ് ബ്രെഡ്, ഞാനാണ് ജീവന്റെ അപ്പം എന്നൊക്കെ കർത്താവ് അവിടെ യോഹന്നാൻ 6-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യത്തില് ആ കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ ഇന്ന് കർത്താവിന് പിന്നാലെ വരുമ്പോൾ നമുക്ക് ആ ഒരു വാക്യം കൂടി ഇതേ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയാണല്ലോ, അതിന്റെ 6-ാം അധ്യായത്തില് അവിടെയും കർത്താവിന്റെ പിന്നാലെ വരുന്നവരോട് കർത്താവ് ചോദിക്കുന്നുണ്ട്. അറിയാതെ ആരും അൺമ്യൂട്ട് ചെയ്യാതെ നോക്കണേ. ഓക്കെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അവിടെയും സീക്ക് എന്നുള്ളൊരു വാക്കാം. സീക്ക് എന്ന് പറഞ്ഞ ഗ്രീക്കില് സെറ്റയോ എന്ന് പറഞ്ഞൊരു പദമാണ്. അതേ പദം തന്നെ ഇപ്പൊ നമ്മളിവിടെ യോഹന്നാൻ 1:38 കണ്ടു. യോഹന്നാൻ 20:15 ഇപ്പൊ നമ്മൾ വായിച്ചു. ആരെയാ നിങ്ങൾ അന്വേഷിക്കുന്നത്, ആരെയാ തിരയുക, സീക്കിങ്. അതേ സെറ്റയോ എന്നുള്ള അതേ വാക്കാണ് കർത്താവ് ഇവിടെ യോഹന്നാൻ 6-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ അതിന് യേശു ആമീൻ ആമീൻ
ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തിയായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. അതായത് കടൽക്കരെ അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യം 25-ാമത്തെ വാക്യം, കടൽക്കരെ അവനെ കണ്ടെത്തിയപ്പോൾ റബ്ബി നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അപ്പോ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങൾ അപ്പം കൊണ്ട് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. ആ ഒരു ഭൗതികമായിട്ടുള്ള നന്മ ഇനിയും കുറച്ചുകൂടെ ഈ ഇദ്ദേഹത്തെ പിടിച്ചങ്ങ് രാജാവാക്കിയ പിന്നെ ഞങ്ങൾക്ക് അധ്വാനിക്കൊന്നും വേണ്ട, ഇപ്പോഴും ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇതുവരെ അപ്പവും കാര്യങ്ങളൊക്കെ, അപ്പവും കറിയൊക്കെ കിട്ടിയ, അപ്പവും മീനും ഒക്കെ കിട്ടിയ പിന്നെ ഞങ്ങൾക്ക് ജോലിക്കൊന്നും പോകണ്ട, ഇവനെ പിടിച്ചങ്ങ് രാജാവാക്കി കളയാം എന്നുള്ള ഒരു മിനിമം അജണ്ടയിൽ കർത്താവിനെ അങ്ങ് പിൻപറ്റി കളയാം എന്ന് ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന ഒരു അനേകർ ഇന്ന് ക്രിസ്തീയഗോളത്തിലുണ്ട്. നമ്മൾ അവരാരെ കല്ലെറിയാനല്ല, എന്നാൽ നമ്മൾ എന്താ അന്വേഷിക്കുന്നത്? നമുക്ക് ഭൗതികമായിട്ടുള്ള നന്മകള് കർത്താവ് തരാൻ മതിയായവനാണ്, തീർച്ചയായിട്ടും അതെ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും തേടുവൻ, ബാക്കിയുള്ളതെല്ലാം കൂടെ അങ്ങ് കിട്ടിക്കോളും. കർത്താവിനത് വാഗ്ദത്തം ചെയ്തിട്ടുള്ള മത്തായി 6-33 വാക്യം. ഇവൻ ഫിലിപ്പിയർ 4-19 വാക്യം നമുക്കറിയാം എന്താ പറയുന്നേ. കർത്താവ് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും അവിടുത്തെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തുകൊള്ളും ക്രിസ്തു യേശുവിലും. ഫിലിപ്പിയർ 4-19 വാക്യത്തില് എന്താ, എന്റെ ദൈവമോ, അവിടെ ജയിലിൽ കിടക്കുന്ന ഒരാളെ പറയുന്നത് ആരാ? പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുക, എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തീർക്കും. അവിടെ കാരാഗ്രഹത്തിലുള്ള എന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ അതൊക്കെ ഓൾറെഡി കർത്താവ് എല്ലാം തീർത്തു കഴിഞ്ഞു. ഇനിയിപ്പം നിങ്ങൾ വെളിയിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നേ. നമുക്ക് വളരെ അത് വിരോധാഭാസമായിട്ട് തോന്നി. ഇപ്പൊ നമ്മള് ജയിലിൽ കിടക്കുന്ന ഒരാളുടെ ഒക്കെ ചെന്ന് നമുക്ക് ആശ്വസിപ്പിക്കാം, അയ്യോ എന്റെ ദൈവം നിങ്ങളുടെ കാരാഗ്രഹത്തിലാണല്ലോ, നിങ്ങളെ സഹതാപത്തോടെ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ പൗലോസ് നിന്റെ ബുദ്ധിമുട്ടൊക്കെ ദൈവം തീർക്കുമായിരിക്കും. അങ്ങനെ പറയുന്നൊരു ഗതികേടല്ല പൗലോസിനുള്ളത്. പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പൗലോസ് എന്റെ ദൈവം നിങ്ങളെ വളരെ സുഖസായിട്ട് അവിടെ വെളിയിൽ കഴിയുന്ന ആൾക്കാരാണല്ലോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തീർക്കും. എങ്ങനെയാ തീർക്കുന്നേ? എന്തെങ്കിലും ഒരു അല്പത്തരത്തോടല്ല, മറിച്ച് മഹത്വത്തിന് തന്നെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. തീർച്ചയായിട്ടും കർത്താവ് അത് മതിയായവനാണ്. എന്നാൽ നമ്മളുടെ അന്വേഷണം മുമ്പേ ബാക്കിയെല്ലാം അന്വേഷിച്ചു, അപ്പം ദൈവത്തിന്റെ രാജ്യവും നീതിയും അങ്ങ് കിട്ടും എന്നല്ല പറഞ്ഞേ. എന്താ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അപ്പം ബാക്കിയുള്ളതെല്ലാം കിട്ടും. എന്താ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാല്, ബാക്കി ജാതികൾ അന്വേഷിക്കുന്നത് ബാക്കിയുള്ളത്, അതായത് വസ്ത്രം, എന്തുടുക്കും, എന്ത് തിന്നും എന്നുള്ള കാര്യങ്ങൾ, അത് ജാതികൾ അന്വേഷിക്കുന്ന അത് സദസ്സനായ പിതാവിന് അത് അറിയാമല്ലോ. അപ്പം മുമ്പേ അവന്റെ രാജ്യവും നീതി, കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന് പറയുന്നത് എന്താ? കർത്താവിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ കർത്താവ് രാജാവായിരിക്കുന്നിടം. നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് യേശു രാജാവായിട്ടുണ്ടോ? അപ്പൊ കർത്താവ് നമ്മളെ കുറിച്ച്, നമ്മളുടെ മക്കളെ കുറിച്ചും കരയുന്നതിനെ കുറിച്ച് അവിടെ ലൂക്കോസ് 23 വായിച്ച ആ വാക്യത്തിൽ നിന്ന് നമ്മൾ വന്നതാ. നമ്മള് ഇതിനെക്കുറിച്ചാണ് കരയേണ്ടത്. നമ്മളുടേതായ പല പരാതി കരച്ചിലോ, സഹതാപത്തിലുള്ള പല കരച്ചിലോ, ചിലപ്പോൾ അല്ലാതെ തന്നെ നമ്മുടെ ദുഃഖത്തിലുള്ള പല കരച്ചിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ദുഃഖത്തിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് കർത്താവ് കടന്നു വന്ന്, മോളെ നീ എന്തിനാ കരയുന്നേ? നീ എന്താ അന്വേഷിക്കുന്നേ? നീ ആരെയാ തിരയുന്നേ? അപ്പൊ ഇന്ന് മഗ്ദലക്കാരത്തി മറിയത്തിന് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഉണ്ടായിരുന്നു. ഞാന് യേശുവിനെയാ തിരയുന്നത്. അത് മറിയെന്നുള്ളൊരു, അപ്പൊ നമ്മള് ഇതും കഴിഞ്ഞ് യോഹന്നാൻ 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ, യോഹന്നാൻ 20-ാം അധ്യായത്തില് നമ്മളിപ്പോ അതിന്റെ ആ 15-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. പിന്നെ താഴെ 16-ാമത്തെ വാക്യത്തിൽ യേശു അവളോട്, അപ്പൊ യേശുവിനോട് തോട്ടക്കാരനാന്ന് വിചാരിച്ചുകൊണ്ട് 15-ാമത്തെ വാക്യത്തിൽ മറിയ പറയുന്നുണ്ട്, യജമാനെ ഇത്ര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് തോട്ടക്കാരനെ പോലും മറിയ ആ താഴ്മയോട് അഭിസംബോധന ചെയ്യുന്നത്. യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചെന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം. ഇപ്പൊ ഒരു സ്ത്രീ ആയിട്ടുള്ള മറിയയ്ക്ക്, മഗ്ദലക്കാരത്തി മറിയത്തിന് ഒരു പുരുഷന്റെ ശരീരം അതുപോലെ എടുത്തുകൊണ്ട് പോകാനുള്ള ആരോഗ്യ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ മറിയത്തിന് കർത്താവിനുള്ള ആ ഒരു വലിയ സ്നേഹം, ആ ഒരു ഭക്തി, ഇല്ല ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറയുന്ന ആ ഒരു മറിയത്തിന്റെ ഭക്തി നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ ഈശോ അവളോട് മറിയേ എന്നൊരു വിളി. അപ്പൊ ആ ഒരു വിളിയില് എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു വിളിയില് അത്രയും ആർദ്രതയോടെ, അത്രയും വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, കരുതലോടെ തന്നെ ഒരാൾക്ക് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ കർത്താവിന് മാത്രമേ. ആ മറിയേ എന്നുള്ള വിളിയില് പെട്ടെന്ന് അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബൂനി, ഗുരുവേ എന്ന് വിളിക്കുന്ന ഒരു കാര്യം. അത് നമ്മള് യോഹന്നാൻ 10-ാം അധ്യായത്തില് അതിന് 3-ാമത്തെ വാക്യത്തില് ഇടയൻ ആടിനെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട് അല്ലേ? യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം എന്താ? അത് വാതിൽക്കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തുകൊണ്ട് പോകുന്നു. മറിയേ എന്ന് പേര് ചൊല്ലി വിളിച്ച്, ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിക്കും എന്നിവിടെ യെശയ്യാവ് 45 പറയുന്ന ഒരു വാക്യം നമുക്കറിയാമല്ലോ. നിങ്ങൾക്ക് ഇവർക്ക് പരിചിതമായിട്ടുള്ള വാക്യമായിരിക്കും. യെശയ്യാവ് 45-ാം അധ്യായത്തില് അവിടെ
എന്താ പറയുന്നേ, അതിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന യെശയ്യാവ് 45:5 മൂന്നാമത്തെ വാക്യം, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ. ഓ, ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളെടുത്ത് ഞാൻ ദൈവത്തിന് നമ്മുടെ പേരെവിടെ ഓർക്കാൻ സമയം എന്നല്ല. എന്റെ പേര് കർത്താവ് അവിടെ തന്റെ ആണിപ്പാട്ടുള്ള കരങ്ങളിലെ കർത്താവ് കൊത്തിവെച്ചിരിക്കുന്നു എന്ന നമ്മളവിടെ ഇതേ യെശയ്യാവ് 49:16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, അമ്മ മറന്നാലും മറക്കാത്ത ആ ഒരു സ്നേഹമുണ്ട്. അമ്മ ആശ്വസിക്കുന്നവർ ആശ്വസിപ്പിക്കുക. എന്നാൽ ഒരുപക്ഷെ അമ്മ എന്തെങ്കിലും കാരണവശാൽ മറന്നുപോയാലും, ഇന്ന് പലപ്പോഴും പത്രങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്ന, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊലക്കി കൊടുക്കുന്ന അമ്മമാരെയൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. ഇനിയിപ്പോ അമ്മ മറന്നുപോയാലും മറക്കാത്ത മറക്കാത്ത ആ ഒരു സ്നേഹം, നമ്മളുടെ പേര് തന്റെ ആ ആണിപ്പഴുകളുള്ള ഉള്ളംകരത്തില് കർത്താവ് അത് കൊത്തിവെച്ചിരിക്കുന്നത്. നിന്നെ പേര് ചൊല്ലിയത് യെശയ്യാവ് 45:4 വാക്യം, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. വലിയ മറ്റുള്ളവർക്കും അറിഞ്ഞിരിക്കുന്ന പല ആത്മീയമായിട്ടുള്ള നിക്ഷേപങ്ങളെയും അവിടുത്തെ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തെയൊക്കെ ആത്മീയ ജീവനെയൊക്കെ തരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയും 4 വാക്യം, എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. എന്നും പോരാ, നീ എന്നെ അറിയാതിരിക്കെ നമ്മൾ കർത്താവിനെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അതാ, ചെല്ലപ്പേര് ചൊല്ലി, ഓമന പേര് ചൊല്ലി. ആ ഒരു ഐ ഹാവ് ഓൾസോ കോൾഡ് യു ബൈ യുവർ നെയിം. കർത്താവ് നമ്മളെ ആ ഒരു ഐ ഹാവ് ഗിവൺ യു ടൈറ്റിൽ ഓഫ് ഓണർ, ആ ഒരു ഓമന പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവ്. നമ്മളുടെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു 3 ഇങ്ങനെ പേരൊക്കെയുള്ള, അല്ലെങ്കിൽ ചിലർക്ക് വലിയ ഫുൾ ഫോമുള്ള വലിയ പേരൊക്കെ കാണും. ഇന്ന് അങ്ങനെയുള്ള വലിയ ഒഫീഷ്യൽ പേരും ടൈറ്റിലും ചേർത്തൊന്നുമല്ല നമ്മുടെ ഓമന പേര്, നമ്മുടെ ചെല്ലപ്പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവിന്റെ മറിയേ എന്നുള്ള ഒരു വിളി. അവിടെ മറിയത്തിന് ആ ഒരു ഇത് കർത്താവാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. നമ്മളുടെ ജീവിതത്തിലും നമ്മളുടേതായിട്ടുള്ള പല ദുഃഖത്തിന്റെയും നെടുവീർപ്പിന്റെയും ഒക്കെ, നമ്മളുടേതായ സ്വയസഹതാപത്തിന്റെയും ദുഃഖത്തിന്റെയൊക്കെ ആ കരച്ചില്, അതൊക്കെ അങ്ങ് മതിയാക്കി നീ ആരെയാ തിരയുന്നേ? ഞാന് വേറൊന്നുമല്ല കർത്താവ്, ഞാൻ അങ്ങയെ തന്നെയാണ് തിരയുന്നത്. ഞാൻ അങ്ങയെ തന്നെ, എനിക്ക് ഭൗതികമായിട്ടുള്ള നന്മകള് കാര്യങ്ങൾ ശരിയാണ് കർത്താവ്, എന്റെ ഈ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ അവിടത്തേക്ക് അറിയാൻ ഞാനത് അവരോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവെ അതൊക്കെ അവിടുന്ന് കർത്താവെ അതെല്ലാം അവിടുന്ന് ഫുൾഫിൽ ചെയ്യുവാൻ, അതെല്ലാം നിവർത്തിക്കുവാൻ അവിടുന്ന് മതിയായവനാണ്. പക്ഷേ കർത്താവ്, ഇനിയിപ്പോ അഥവാ അങ്ങ് ഞങ്ങളുടെ ഈ ഭൗതികത്തിന്റെ പ്രാർത്ഥന ഒന്നും കേട്ടില്ലെങ്കിൽ പോലും കർത്താവെ അവിടുന്ന് മാത്രമാണ് എന്റെ കർത്താവ്. അതാ ശദ്രക് മേശക് അബേദ്നെഗോ അവിടെ ദാനിയേൽ 3 എന്താ അവർ പറയുന്നേ? ദാനിയേൽ 3:17 വാക്യത്തില് ഇനിയിപ്പം ദൈവം ഞങ്ങളെ ഈ അഗ്നിയിൽ നിന്ന് വിടുവിച്ചില്ലേലും ഞങ്ങൾ ഈ വിഗ്രഹത്തിന് വണങ്ങുകയില്ല എന്ന് പറയുന്ന ആ ഒരു വാക്യം നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 3 വാക്യം 17-18 വാക്യത്തില് 17-18 എന്താ നമ്മളിവിടെ വായിക്കുന്നത്? ദാനിയേൽ 3:17-18, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ നമ്മളെ എരിയുന്ന തീച്ചോളിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ശരിയാണ്, ദൈവം നമ്മളെ വിടുവിക്കും. നമ്മളുടേതായിട്ടുള്ള പല പ്രശ്നങ്ങള്, പല രോഗങ്ങള്, പല കടത്തിന്റെ പ്രശ്നങ്ങള്, സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകള്, അല്ലെങ്കിൽ ചിലരുടെ മദ്യപാനശീലം, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം ദൈവം കർത്താവ് വിടുവിക്കും. ഇനിയിപ്പോ അല്ലെങ്കിലും, അതാ 18 വാക്യം, അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരുപക്ഷെ പെട്ടെന്ന് നമ്മൾ വിചാരിച്ച രീതിയിൽ ഒരു ഡ്രമാറ്റിക് ആയിട്ട് വളരെ നാടകീയമായി പെട്ടെന്ന് ഒരു വിടുതൽ നമ്മൾ കാണുന്നില്ല. ഞാൻ എത്ര നാളായിട്ട് പ്രാർത്ഥിക്കുന്നു, കുറെ നാളായിട്ട് പ്രാർത്ഥിക്കുന്നു, കുറെ വിടുതൽ എന്ന് പറഞ്ഞ് വന്ന് ഒരു ആൻസറും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് വിട്ടിട്ട് ഞാൻ പിന്നെ വിഗ്രഹത്തിന് പിന്നാലെ നമ്മളെ ഒരുപക്ഷെ അന്യജാതി വിഗ്രഹത്തിന് പിന്നാലെ നമ്മൾ പോകില്ലായിരിക്കും. പക്ഷെ ലോകമാകുന്ന വിഗ്രഹത്തിന് പിന്നാലെ പണത്തിന്റെയോ ലോകത്തിന്റെയോ അല്ലെങ്കിൽ ഭൗതിക സുഖങ്ങളുടെയോ അങ്ങനെയൊക്കെയുള്ള പല പാപത്തിന്റെ വിഗ്രഹങ്ങളുടെ പിന്നാലെയൊക്കെ അങ്ങനെ പോയേക്കാം. എന്നാ ഇവിടെ ശദ്രക് മേശക് അബേദ്നെഗോ എന്താ പറയുന്നത്? അല്ലെങ്കിലും ഇനിയിപ്പോ വിടുവിച്ചില്ല, ഈവൻ ഇഫ് ഹി ഡസ് നോട്ട്. അതാ 18 വാക്യം ദാനിയേലിന്റെ പുസ്തകം. അവിടെ ദാനിയേലിന്റെ പുസ്തകം 3:18 വാക്യത്തില് നമ്മള് എന്താ വായിക്കുന്നേ? ആരും അറിയാതെ അൺമ്യൂട്ടായി പോവാതിരിക്കാനൊന്ന് സൂക്ഷിക്കണേ. ദാനിയേലിന്റെ പുസ്തകം 3:18 അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന് ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നറിഞ്ഞാൽ എന്ന് പറഞ്ഞു. ഇനിയിപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു വിടുതല ദൈവത്തിൻ്റെതായ രീതിയിൽ, ദൈവത്തിന്റെ ജ്ഞാനത്തിന് ദൈവം നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റും. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു വിടുതൽ ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിൽ പോലും കർത്താവെ ഞങ്ങൾക്ക് അങ്ങയെ തന്നെയാ വേണമെങ്കിൽ, എനിക്ക് അങ്ങയെ തന്നെയാ വേണ്ടത്. ആ ഒരു കർത്താവിനെ തന്നെ ആഗ്രഹിക്കുന്ന, കർത്താവിനെ തന്നെ തിരയുന്ന ഒരു മനോഭാവം. ഞാൻ ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, ഒന്നേ തിരയുന്നുള്ളൂ എന്ന് ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. ദാവീദ് അത് വലിയ രാജാവൊക്കെ ആയിട്ട് പിന്നീട് താൻ പിന്മാറ്റത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം എഴുതിയൊരു സങ്കീർത്തനത്തിലല്ല, മറിച്ച് താൻ ശൗലിന്റെ ആ ഒരു പർസ്യൂയിങ്, ശൗല് തന്നെ പിന്തുടരുന്നതില്
പിന്തുടരുമ്പോൾ ദാവീദ് ഗുഹകളിലൊക്കെ ചെന്ന് ഓടി ഒളിക്കുന്ന സമയത്ത് എഴുതിയ ഒരു സങ്കീർത്തനമുണ്ട്, 27-ാം സങ്കീർത്തനം. അവിടെ 27-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തില് ദാവീദിനോട് സ്വാഭാവികമായിട്ടും നമ്മള് ദാവീദിനെ കുറിച്ച് ചിന്തിച്ച, നീ എന്താ ആഗ്രഹിക്കുന്നത്? ഇസ്രായേലിന്റെ രാജാവായിട്ട് നീ അഭിഷേകമൊക്കെ ശമൂല് വന്ന് ചെയ്തല്ലോ, ഇനിയിപ്പം എന്താ ആഗ്രഹിക്കുന്ന? എനിക്ക് ഇസ്രായേലിന്റെ രാജാവാകണം, അതാ എന്റെ ആഗ്രഹം എന്നായിരിക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാ ദാവീദ് എന്താ പറയുന്നേ? ദാവീദ് വെറുതെ അങ്ങ് പറയൂലേ, ഇത് പരിശുദ്ധാത്മാവിനാൽ ദാവീദ് അത് പറയുമ്പോൾ അത് ദാവീദ് സത്യമായിട്ടും പറയുന്ന ദാവീദിന്റെ അന്തരംഗത്തിലെ ഒരു ആഗ്രഹം എന്താ പറയുന്നത്? 27-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തില്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. എന്താ? രാജാവാക്കണം എന്നല്ല, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും അപേക്ഷിക്കും, പുറമെ പ്രാർത്ഥനയിലോ അത് ചെയ്യണം ഇത് ചെയ്യണം, എന്നാൽ നമ്മുടെ ആഗ്രഹം വേറെ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളൊക്കെ. എന്നാൽ ആ അപേക്ഷിക്കുന്നത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ ആഗ്രഹിക്കുന്നേ? എനിക്ക് കർത്താവിന്റെ ആലയത്തിൽ പാർക്കണം. അതാ എന്റെ ലാസ്റ്റ് നമ്മളതാ കാണുന്നത്. അപ്പൊ എന്തിനു വേണ്ടി കർത്താവിന്റെ ആലയത്തിൽ പാർക്കുന്നത്? അവിടെ ദാവീദിന്റെ സമയത്തല്ല ആലയം പണയപ്പെടുന്നത്. ഈ ദാവീദ് രാജാവായിട്ടും ദാവീദിന് ആ ഒരു അനുഗ്രഹം കിട്ടിയില്ല. ശലോമോനാണ് അതിനു വേണ്ടി ദൈവം നിയോഗിച്ചത്. എന്നാൽ അവിടെ അന്ന് ആലയം ഇല്ലായിരുന്നു, അന്ന് യെരൂശലേം ദേവാലയം ഇല്ലായിരുന്നു ദാവീദ് എഴുതുമ്പോഴും. അപ്പൊ കർത്താവിന്റെ ആലയത്തിൽ പാർക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ തന്നെ, കർത്താവിന്റെ കാൽക്കൽ തന്നെ, കർത്താവിന്റെ സന്നിധിയിൽ തന്നെ, കർത്താവിന്റെ മുമ്പാകെ തന്നെ തനിക്ക് ആയിരിക്കണം. അത് മാത്രം തന്നെ ആഗ്രഹം. അപ്പൊ ദാവീദിനോട് ചോദിക്കും, എന്തോത്തിന് നീ കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുന്നത്? കർത്താവിന്റെ സന്നിധിയിൽ പാർത്തിട്ട് എനിക്ക് എന്തോ കിട്ടാനാ? എനിക്ക് എന്റെ കർത്താവിന്റെ മനോഹരത്വം കാണണം, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. എന്റെ ആയുഷ്കാലം ഒക്കെ അതുകൊണ്ട് എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എന്റെ കർത്താവിന്റെ ആലയത്തിൽ പാർക്കണം. അതാ പറയുന്നത്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ 2-3 കാര്യങ്ങൾ അവിടെ പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഒരു കാര്യവും ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ ആലയത്തിൽ പാർക്കണം. ദാറ്റ് ഐ മേ ഡ്വെൽ ഇൻ ദ ഹൗസ് ഓഫ് ദി ലോർഡ്. എന്റെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം. എന്നാൽ എന്തിനാ കർത്താവിന്റെ സന്നിധിയിൽ ആഗ്രഹിക്കുന്നത്? കർത്താവിന്റെ മനോഹരത്വം കാണുവാൻ. കർത്താവ് എത്ര നല്ലവനാണ്, അവിടുന്ന് എത്ര മതിയായവനാണ് നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം. ആ കർത്താവിനെ തന്നെ എനിക്ക് മതി. ഇനി കർത്താവിന്റെ ഒരു പ്രാർത്ഥന ഉത്തരം തന്നില്ലെങ്കിൽ പോലും കർത്താവ് എനിക്ക് മതിയായവനാണ്. കർത്താവിനെ ആ നിത്യ നരകാഗ്നിയിൽ നിന്ന് രക്ഷിച്ചത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. നിത്യമായിട്ടുള്ള നിത്യ നരകാഗ്നിയിൽ നിന്ന് കർത്താവ് തന്നെ രക്ഷിച്ചത് തന്നെ ഏറ്റവും വലിയ ഉപകാരമാണ്. ഇനിയിപ്പം വേറെ ഉപകാരങ്ങളോ അനുഗ്രഹങ്ങളോ ഒന്നും തന്നില്ലെങ്കിൽ പോലും കർത്താവ് എനിക്ക് അങ്ങനെ മാത്രം മതി. ഇനിയിപ്പം ഈ നമ്മുടെ മഗ്ദലയുടെ കാര്യത്തിൽ മറിയ അവിടെ യേശുവിനെ പിൻചെല്ലുമ്പം യേശുവിനെ അവൾ അന്വേഷിച്ചത്, അല്ലാതെ തന്റെ ജീവിതത്തിൽ ഓൾറെഡി തന്നെ 7 ഭൂതങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും വിടുവിക്കുകയും തന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയൊക്കെ ചെയ്ത ആ ഒരു കർത്താവിന്റെ സ്നേഹം, അത് മതി. ഇനിയിപ്പം വേറെ കൂടുതലൊന്നും എനിക്ക് കർത്താവിൽ നിന്നൊന്നും കിട്ടണ്ട. കർത്താവിന്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് നോക്കിക്കൊള്ളു. അവന്റെ രാജ്യവും നീതിയും നമ്മളത് പറഞ്ഞു തുടങ്ങി. എന്താ കർത്താവിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ രാജാവായിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാല്, പലപ്പോഴും നമ്മളുടെ സ്വയം, ഞാൻ, നമ്മളുടെ ജഡം അല്ലെങ്കിൽ സ്വയം, അതെല്ലാം ഒരേ വാക്കുകൾ തന്നെ. ജഡം എന്നുള്ള വാക്ക് ആ സ്വയത്തിന് അല്ലെങ്കിൽ സ്വയജീവന്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഫ്ലഷ് അല്ലെങ്കിൽ സെൽഫ്, രണ്ടും ഒന്ന് തന്നെ. ഫ്ലഷ് എന്നും തിരിച്ചിട്ട് റീസ്പെല്ല് ചെയ്തൊരു ലെറ്റർ കളഞ്ഞാൽ അത് ഫ്ലഷ് സെൽഫായി. ആ ജഡമാണ് പലപ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടമാണ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിന്റെ സിംഹാസനത്തിൽ അങ്ങ് വാഴുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും പല അസമാധാനങ്ങളും. ഞാൻ വിചാരിച്ച കണക്ക് അങ്ങനെ പെരുമാറിയില്ല, അത് അങ്ങനെ നടന്നില്ല, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ ഇങ്ങനെ ചെയ്തു, എന്നിട്ട് അവരെന്നെ മാനിച്ചില്ല, അവരെന്നെ കരുതിയില്ല, അവരെന്നെ വിളിച്ചില്ല. അങ്ങനെ പലപ്പോഴും നമുക്ക് പലരെ കുറിച്ചും പല പരാതിയും കയ്പും, ചിലപ്പോൾ നമ്മളുടെ ജീവിത പങ്കാളിയോട് തന്നെ, ഹസ്ബൻഡിനോട് തന്നെ, ചിലപ്പം മക്കളെ കുറിച്ച്, അയൽവക്കത്തുകാരെ കുറിച്ച്, നമ്മുടെ ബന്ധുക്കളെ കുറിച്ചും ഒക്കെ നമുക്ക് അങ്ങ് വല്ലാതൊരു കയ്പും പരാതിയും പെറുപെറുപ്പും അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ തന്നെ എന്റെ ജീവിതത്തിൽ അങ്ങ് ജീവിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നത്, ഞാനും ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 2:20 വാക്യം, ഞാനും ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്ര ജീവിക്കുന്നത്. അപ്പം കർത്താവിനോട് കൂടി ഞാൻ ക്രൂശിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നങ്ങ് മാറി യേശുവിനെ രാജാവാക്കണം. യേശുവിന്റെ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ബാക്കി എല്ലാ കർത്താവ് കൂടെ കൊടുക്കും എന്നുള്ളൊരു കാര്യം പറയുന്നത്. മുമ്പേ അവന്റെ രാജ്യവും, അത് കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ രാജാവായിട്ട്, നമ്മൾ ശരിയാണ് അതിന് കർത്താവുമായിട്ടൊക്കെ കർത്താവിനെ സ്വീകരിച്ചു എന്നെല്ലാം നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിലെ പല പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ വരുമ്പം അവിടെ നമ്മുടെ ജഡത്തിൽ നിന്നുള്ള പല പ്രതികരണങ്ങളും പല ഭാഷകളും ഒക്കെയാണോ വരുന്നത്, പല കുറ്റാരോപണങ്ങളും പല ഗോസിപ്പുകളും പല പല അതുപോലൊക്കെയുള്ള പരാതിയും ദേഷ്യവും അങ്ങനെയൊക്കെയുള്ള ഒരു സ്വയസഹതാപവും കാര്യങ്ങളൊക്കെയാണോ, അതോ മറിച്ച് അവിടെ യേശുവാണോ നമ്മളുടെ ജീവിതത്തിന്റെ
നിയന്ത്രിതമായിട്ട് നമ്മുടെ ഹൃദയ സിംഹാസനത്തിലായിരിക്കുന്നത്. കർത്താവാണ് നമ്മുടെ ജീവിതത്തിന് രാജാവായിട്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ യേശുവിന്റെ രാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിനെ രാജാവായിട്ട് കർത്താവ് ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും അവിടുന്ന് അങ്ങേ എനിക്ക് രാജാവായിട്ട് അവരോധിക്കണം. എന്റെ എല്ലാ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർത്തിയാക്കണമെന്ന് നമ്മൾ ആ പാട്ടിൽ പാടുന്ന പോലെ, എന്റെ ഇഷ്ടം സ്വർഗീയ പിതാവേ നിന്തിരഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണം. നിന്റെ ഹിതം ചെയ്ത് നിന്റെ പ്രിയപുത്രനെ പോലെ നിന്റെ സുതനെ പോലെ ഞാനും ഇതാ വരുന്നു അവിടുത്തെ ഹിതം ചെയ്യുവാൻ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം മതി. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമെങ്കിൽ നമ്മൾ വേറൊരു പാട്ടി പാടുന്നത് പോലെ നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ അവിടെ അങ്ങ് യാഗപീഠത്തെങ്കിൽ വെക്കുമ്പോൾ അവിടെ എപ്പോഴാണ് നമുക്ക് നമ്മളെ കുറിച്ച് ഓർത്തും നമ്മുടെ മക്കളെ കുറിച്ച് ഓർത്തും ഒക്കെ കരയാൻ പറ്റുന്നേ? നമ്മളുടെ ഈ പലതരത്തിലുള്ള നമ്മളുടെ സ്വയ കേന്ദ്രിതമായിട്ടുള്ള പല മനോഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ കർത്താവിന്റെ മുമ്പാകെ ഒരു മാനസാന്തരത്തോടെ ആ ഒരു മാനസാന്തരത്തോടെ കരയുകയും നമ്മുടെ ജീവിതത്തില് യേശുവിനെ രാജാവായിട്ട് അവരോധിക്കുകയും ചെയ്യുമ്പം എന്താ പറ്റുന്നേ? അവിടെ യേശുവിനെ രാജാവായിട്ട് അവരോധിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തില് കർത്താവിന്റെ ഒരു ദൈവികമായിട്ടുള്ള ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിറയാനും ഇടയാകും. കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ എന്നാണ് ബാക്കിയെല്ലാം കൂടെ കൊടുക്കുന്ന പറഞ്ഞത്. കർത്താവിന്റെ നീതി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്വഭാവം തന്നെ. The righteousness of God is the righteous requirement that God expects from us. കർത്താവ് നീതി ന്യായമായിട്ട് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സ്വഭാവം, അതായത് കർത്താവിന്റെ സ്വഭാവം, ആ കർത്താവിന്റെ നീതി, കർത്താവെ അവിടുന്ന് എന്റെ ജീവിതത്തിൽ രാജാവായിട്ട് കർത്താവായിട്ട് എല്ലാത്തിലും യജമാനായിട്ടായിരിക്കണം. അവിടുത്തെ സ്വഭാവം തന്നെ എൻ്റെ ജീവിതത്തിൽ വരണം. അവിടുത്തെ ആ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും കർത്താവിന്റെ ആ ഒരു ദയയും മനസ്സലിവും കാര്യങ്ങളും എല്ലാം വരണം. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിന്റെ കാൽക്കൽ അതുപോലെ അങ്ങ് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഏതൊരളവിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, ആ ഒരളവിൽ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലേക്ക് വന്ന് നിറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സമാധാനവും സ്വസ്ഥതയും വിടുതലും കാര്യങ്ങളും ഒക്കെ തരുമ്പോൾ, അപ്പം മുമ്പേ എന്റെ ജീവിതത്തിൽ ആ ഒരു കർത്താവിന്റെ രാജ്യവും കർത്താവിന്റെ നീതിയും വരുന്ന ഒരു അളവില് കർത്താവ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കണം. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവം അതൊരു ബോണസ് മാതിരി ആഡ് ചെയ്തോളൂ. മെയിൻ ആയിട്ടുള്ള സാലറി ഉണ്ട്, ബോണസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ മെയിനായിട്ട് കർത്താവെ അങ്ങോട്ടുള്ള ആ ഒരു കൂട്ടായ്മ, അവിടുന്ന് എന്റെ ജീവിതത്തിലെ രാജാവായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ അതെന്റെ ജീവിതത്തിൽ വേണം. അവിടുത്തെ സ്വഭാവം എന്നിൽ വെളിപ്പെടണം. അങ്ങനെ ഞാൻ എന്നെക്കുറിച്ച് മാത്രമല്ല, എന്നെക്കുറിച്ച് ഓർത്തും എൻ്റെ മക്കളെ കുറിച്ച് ഓർത്തും കരയുമെന്നാണ് അവിടെ കർത്താവോട് ലൂക്കോസ് 23 പറയുന്നത്. നമ്മളുടെ മക്കളെ കുറിച്ച് ഓർത്താവട്ടെ, ഭർത്താവിനെ കുറിച്ച് ഓർത്താവട്ടെ, കർത്താവ് എന്റെ ജീവിതത്തിൽ മാത്രമല്ല ഈ രാജ്യവും നീതിയും ഒക്കെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരണം, എൻ്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ. അതിനായിട്ട് നമ്മളൊരു മാതൃകയായിട്ട് സഹോദരിമാരെ കുറിച്ച് എന്താ പറയുന്നേ, അവിടെ സദൃശവാക്യം ഞാൻ അതും കൂടെ ഒക്കെ വായിച്ചങ്ങ് കൺക്ലൂഡ് ചെയ്യാമല്ലോ. സദൃശവാക്യം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് 2 സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ജ്ഞാനമുള്ള സ്ത്രീയെ കുറിച്ചും പറയുന്നുണ്ട്, ഒരു ഭോഷത്വമുള്ള സ്ത്രീയെ കുറിച്ചും പറയുന്നുണ്ട്. സദൃശവാക്യം 14-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തില് സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. ദൈവിക ജ്ഞാനത്തോടെ വീട് പണിയുന്നവളാകുവാന് നമ്മളെ സഹോദരിമാർക്ക് ഓരോരുത്തർക്കും കഴിയുന്നതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആ ദൈവരാജ്യവും നീതിയും വന്നു നിറയട്ടെ. അപ്പം വീട് പണിയുന്നവളായിട്ട് ഭർത്താവിനെ ബഹുമാനത്തോടെ ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യമാരോട് ഉള്ള കൽപ്പനയൊക്കെ നമ്മളവിടെ 1 പത്രോസ് 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ആ ഒരു ചേസ്റ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ ബിഹേവിയർ എന്നുള്ളൊരു കാര്യം അവിടെ 1 പത്രോസ് 3-ന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന ആ ഒരു നിർമ്മലവും ബഹുമാനവും ഉള്ള ആ ഒരു സ്വഭാവം. അതായത് പലപ്പോഴും വളരെ ദൈവഭക്തി ഉള്ള സഹോദരിമാരെന്ന് വിചാരിക്കുന്ന ചിലര് നമ്മൾ അടുത്ത് ഇടപെടുമ്പോൾ അവർക്ക് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്. എന്നാൽ ഭർത്താക്കന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങ് കളിയാക്കി സംസാരിക്കുന്നു, അങ്ങ് ദോഷം പറയുന്നു, അങ്ങനെ ഒരു കുറ്റം പറയുന്നത് പോലെയൊക്കെയുള്ള ഒരു ഭർത്താക്കന്മാരെ കുറിച്ചൊരു ബഹുമാനത്തോടൊരു സംസാരം. ഇത് സദൃശവാക്യം 12-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം കൂടെ എന്ന് വായിച്ചോട്ട്. സദൃശവാക്യം അത് മലയാളം നമ്മുടെ സത്യവേദ പുസ്തക പരിഭാഷയിൽ അത്ര ക്ലിയർ ആയിട്ട് അത് വന്നിട്ടില്ല. സദൃശവാക്യം 12-4 സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം, നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം എന്ന് എഴുതിയിരിക്കുന്ന. ശരിക്കും എന്റെ എബ്രായ ഭാഷയില് ബൂഷ് എന്ന് പറയുന്നൊരു പദമാണ്. അപ്പം നാണം കെട്ടവളോ എന്നുള്ളതിനെ എന്നും പരിഭാഷപ്പെടുത്താം, നാണം കെടുത്തുന്നവളോ എന്നും പരിഭാഷപ്പെടുത്താം. ഇംഗ്ലീഷിൽ ഇങ്ങനെ NASBയില് but she who shames him is like rottenness in his bones. അതായത്
ഭർത്താവിനെ നാണം കെടുത്തുന്നവള്, ഭർത്താവിനോട് ബഹുമാനമില്ലാതെ സംസാരിക്കുന്നവള്, അവള് അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വമായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പം യുനോ ആ ഒരു ദൈവഭക്തിയോടെ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുവാനും ഭർത്താവിനോടുള്ള ഒരു ബഹുമാനം, വിധേയത്വം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ എഫേസ്യർ 5-ാം അധ്യായത്തിലൊക്കെ തുടർന്നൊക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെ വിധേയത്വത്തോടെ ബഹുമാനത്തോടെ ആ ഒരു ഗൃഹത്തിലെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഇതെല്ലാം ചെയ്ത് മക്കളെയും ആ ഒരു നല്ല മാതൃകയായിട്ട് അവർക്ക് മുമ്പാകെ ഒരു നല്ല ഉദാഹരണമായിട്ട് നടക്കാനും അങ്ങനെ ആ ഒരു നമ്മളെക്കുറിച്ചും നമ്മളുടെ കുടുംബത്തെക്കുറിച്ചും ഓർത്തുള്ള ഒരു കരച്ചില്, പിന്നെ ദേശത്തിലുള്ള അനേകരെ കുറിച്ചുള്ള ഓർത്തൊരു കരച്ചില്, അങ്ങനെയൊക്കെയുള്ള വലിയൊരു ശുശ്രൂഷ ദൈവം സഹോദരിമാരെ കുറിച്ച് തന്നിരിക്കുന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് കർത്താവിന്റെ ആ ഒരു കൽപ്പന പ്രകാരം കർത്താവ് നമ്മളെ കുറിച്ച് ഓർത്തും നമ്മളുടെ തലമുറകളെ കുറിച്ച് ഓർത്തും കരയാനും അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും അനേകരെ ആശ്വസിപ്പിക്കുവാനും അതിന്റെയൊക്കെ ആ പ്രയാസങ്ങളുടെയൊക്കെ മധ്യത്തില് നമ്മള് ഒരു സ്വഭാവത്തിന്റെ കരച്ചിലോ ബാക്കിയുള്ള ദുഃഖങ്ങളിലോ ഒക്കെ കരച്ചിലോ ഒക്കെ ആയിട്ട് അങ്ങ് തകർന്നു പോകാതെ കർത്താവിനെ നമ്മളുടെ അടുക്കൽ വന്നു നിന്ന് നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുന്ന കർത്താവിനെ തിരിച്ചറിയുവാനും അവിടുത്തെ ശബ്ദം കേട്ട് അവിടുന്ന് ഓർമ്മനെ പേര് ചൊല്ലി വിളിക്കുന്നത് കേട്ട് അവിടുത്തെ തിരിച്ചറിയുവാനും കർത്താവിനായിട്ട് നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമായിട്ട് സമർപ്പിക്കുവാനും ഒക്കെ ഈ ഒരു സമയത്ത് ദൈവം നമ്മളെ അധികമായിട്ട് സഹായിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, ഞങ്ങളെ തന്നെയും കർത്താവെ ഇവിടെ തലവണങ്ങിയിരിക്കുന്ന ഓരോരുത്തരും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് പല വിധമായിട്ടുള്ള പ്രയാസങ്ങളും ഭാരങ്ങളും എല്ലാം ഉള്ളവരുണ്ടല്ലോ കർത്താവെ. അവിടുന്ന് കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവാണ്. അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ കർത്താവെ. ഞങ്ങളെ ക്ലേശിപ്പിച്ച ആ ദിനങ്ങൾക്കൊത്തവണ്ണം, ഞങ്ങൾ കണ്ട അനർത്ഥങ്ങളുടെ സംവത്സരങ്ങൾക്കൊത്തവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണേ എന്ന് കർത്താവെ ആ മോശ 90-ാം സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങളുടെ ക്ലേശങ്ങൾക്കൊത്തവണ്ണം അവിടുന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവാണല്ലോ. ഞങ്ങളുടെ ക്രിസ്തുവിൽ ഞങ്ങളുടെ കഷ്ടങ്ങൾ അനവധിയായിരിക്കുന്നത് പോലെ തന്നെ കർത്താവെ ഞങ്ങളുടെ ആശ്വാസവും അത് സമർത്ഥമായി അനവധിയായിരിക്കുന്നുവെന്ന് 2 കൊരിന്ത്യർ 1:5 കർത്താവ് അപ്പോസ്തലൻ പറയുന്നത് പോലെ കഷ്ടങ്ങള് ഉണ്ട് കർത്താവെ. ഈ ലോകത്ത് കഷ്ടമുണ്ടെങ്കിലും കർത്താവെ അങ്ങയിൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടല്ലോ കർത്താവെ. അങ്ങയിൽ എല്ലാ ഭാരങ്ങളും ഇട്ടു തരുവാനും കർത്താവെ ഒരു നല്ല മനസാക്ഷിയോടെ എല്ലാവരോടും ക്ഷമിക്കുവാനും കർത്താവെ എല്ലാവരോടും നിരപ്പ് പ്രാപിക്കുവാനും അവിടുത്തെ മുമ്പാകെ ഒരു നല്ല മനസാക്ഷിയോടെ കർത്താവ് അവിടുത്തെ ആത്മാവിനെ നിറയപ്പെടുവാനും ഒക്കെ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള ഒരു മാനസാന്തരം, ഞങ്ങളുടെ തലമുറയെക്കുറിച്ചുള്ള, കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത്, ഭർത്താവിനെ കുറിച്ച് ഓർത്ത്, ഭാര്യയെക്കുറിച്ച് ഓർത്ത് ഒക്കെയുള്ള കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ അവിടുത്തെ രാജ്യവും നീതിയും വരണം. അപ്പം ബാക്കിയെല്ലാം അവിടുന്ന് കൂടെ കൊടുക്കും എന്നുള്ളൊരു വാഗ്ദത്വം ഉണ്ടെന്നുള്ളൊരു വലിയൊരു ഉറപ്പോടെ അങ്ങേ തന്നെ അന്വേഷിക്കുവാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ രോഗാവസ്ഥയിലും സാമ്പത്തികമായുള്ള പ്രയാസങ്ങളിലും പല ബന്ധനങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങളെ ഒക്കെ കർത്താവ് കുടുംബങ്ങൾക്കെതിരെയുള്ള അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവെ ജനങ്ങളെ അവിടുത്തെ നാമത്തിൽ വിടുവിക്കുന്നു. അവിടുന്ന് സൗഖ്യമാക്കണം, വിടുതൽ കൊടുക്കണം. കർത്താവെ വലിയ സൗഖ്യത്തിന് കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലിന്റെ കരം അവിടുന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുറിവുകളെ വെച്ച് കെട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് തന്നെ രോഗങ്ങളെ സൗഖ്യമാക്കിയാട്ടെ. അവിടുന്ന് തന്നെ കർത്താവെ അവിടുത്തെ വചനം അയച്ച് കർത്താവെ അവിടുന്ന് വലിയ വിടുതൽ ആശ്വാസവും നൽകിയാട്ടെ. കർത്താവെ അവിടുന്ന് തന്നെ ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അങ്ങ് ക്ഷമിക്കുവാനുള്ള കൃപ നൽകിയാട്ടെ. കർത്താവെ വിട്ടുകൊടുക്കുവാന്, പൊറുക്കുവാന് കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം ബഹുമാനിക്കുവാന്, പരസ്പരം താങ്ങുവാന്, കർത്താവെ പരസ്പരം കരുതുവാനും സ്നേഹിപ്പാനും എല്ലാം കർത്താവെ സഹായിച്ചാട്ടെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവെ അധികമായിട്ട് ബലപ്പെടുത്തിയാട്ടെ. എല്ലാത്തിലും അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന് വിലയേറിയ മധുരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.